Actually, recording start ചെയ്താൽ നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. ഒരു സെക്കൻഡ്. ഓക്കെ, ക്ലൗഡിൽ. ഓക്കെ, പ്രശാന്ത്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോ? മ്യൂട്ടാണ്. Yeah, ma'am, it's audible. കുറച്ച് ബ്രേക്ക് ആവുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഓഡിബിൾ. അപ്പോ സ്റ്റാർട്ട് ചെയ്തോട്ടെ. യു ആർ റെഡി പ്രശാന്ത്? സ്റ്റാർട്ട് ചെയ്യാമോ? I am ready. Yes. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. സ്ത്രീ ശക്തി മഹിളാ സമാജം നടത്തുന്ന ഈ വെബിനാറിലേക്ക് ഇവിടെ വന്ന എല്ലാ അംഗങ്ങൾക്കും സ്വാഗതം പറയുന്നു. ഇനി ഈ വെബിനാർ മുന്നോട്ട് കൊണ്ടുപോകാനായി ശശികലയെ ക്ഷണിക്കുന്നു. ശശികല. നമസ്കാരം. ഇപ്പോ ഞാൻ 2016 ആദ്യമായിട്ട് ഈ സോളാർ ഡ്രയർ ഇൻസ്റ്റാൾ ചെയ്തത്. നമ്മുടെ AWCയുടെ ഭാഗമായിട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോ ഞങ്ങളത് CD മേടിച്ച സോളാർ ഡ്രയർ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്ന CD വളരെയധികം ഹൈ കോസ്റ്റ് ആയി. നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം 35,000 രൂപ തന്നെ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് ആയി. പിന്നെ അതൊരു ക്രെയിനൊക്കെ ഉപയോഗിച്ചാണ് ഞാനത് മേളിൽ കയറ്റിയത് ആ സമയത്ത്. പക്ഷെ യാദൃശ്യമായിട്ട് ഞാൻ പ്രശാന്തുമായിട്ട് ഒരിക്കൽ മീറ്റ് ചെയ്യുകയും അപ്പൊ നമുക്ക് എങ്ങനെ കുറഞ്ഞ കോസ്റ്റ്ലി ഡ്രയർ ഉണ്ടാക്കാം എന്നൊരു സ്വപ്നം നമുക്ക് ഇപ്പോ സഫലമായി എന്ന് വേണം പറയാൻ. വളരെ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത് വെച്ചുകൊണ്ട് നമുക്ക് ഡ്രയർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ലക്ഷ്യം അതാണ്. നമ്മുടെ കയ്യിലുള്ള കാശ് വെച്ച് നമുക്ക് എന്താണ് നമുക്ക് റിക്വയർമെന്റ് നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് പിന്നെ നമ്മുടെ പ്രശാന്ത് അത് ചെയ്തു തരുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡ്രയർ നമ്മുടെ എല്ലാം, എനിക്ക് തോന്നുന്നു നമ്മളുടെ AWCയുടെ എല്ലാ യൂണിറ്റിലും അങ്ങനെ നമുക്കൊരു ഡ്രയർ വെക്കാവുന്നതാണ്. നമ്മുടെ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനമൊക്കെ ഒരുപാട് ഈ കാർബണിന്റെ പ്രോബ്ലം ഒക്കെ വരുന്നതുകൊണ്ട് ഈ സോളാർ ഡ്രയർ നമ്മൾ ഉണക്കിയെടുക്കുന്ന എല്ലാം തന്നെ ന്യൂട്രീഷ്യസ് വാല്യൂ അതേപോലെ കീപ്പ് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിന്റെ നമുക്ക് എമൗണ്ട് വളരെ ഹൈ ആയിപ്പോയി. അതിൽ നിന്നൊക്കെ നമുക്കൊരു വലിയൊരു മാറ്റം നമുക്ക് ഈ ഒരു വെബിനാറിലൂടെ കൊണ്ടുവരാനും ഒരുപാട് പേർക്ക് അത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനും സാധ്യമാകട്ടെ എന്ന് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാനെത്തിയ എല്ലാ പേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ബാക്ക് ബോണായി പ്രവർത്തിച്ച നമ്മുടെ സോണൽ ഓർഗനൈസർ ഋഷി ചേച്ചി ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്ത ഇതിന്റെ ക്ലാസ് എടുക്കാൻ എത്തിയ പ്രശാന്തിനെ ഞാൻ സ്ത്രീശക്തി മഹിളാ സമാജത്തിന്റെ പേരിലും ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Thank you, ma'am. Thank you. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്രശാന്ത് കണ്ടിന്യൂ ചെയ്തോളാം. ഉഷ മാഡം മ്യൂട്ട് ആണ്. ഉഷ മാഡത്തിന് മ്യൂട്ട് ആണ്. ഉഷാജി മ്യൂട്ടാണ്. പ്രശാന്ത്, കുറച്ച് പേര് വെളിയിൽ നിന്നും വേറെ സ്റ്റേറ്റിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പറയുന്നതിനിടയ്ക്ക് ഇംഗ്ലീഷും കൂടി ചേർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും. യുവർ പ്രസന്റേഷൻ ഇസ് ഇൻ ഇംഗ്ലീഷ് അല്ലേ? PPT is in English. ശരി, അപ്പൊ തുടങ്ങിക്കോളൂ. Good afternoon to all. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ വെബിനാർ ഉഷ മാഡം ഓൾറെഡി എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു AWCന്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലൈമാറ്റിക് ചേഞ്ച്, ഓൾട്ടർനേറ്റീവ് എനർജി, അത് കൂടാതെ തന്നെ ഫുഡ് സെക്യൂരിറ്റി, നമ്മുടെ സൊസൈറ്റിയിലുള്ള വുമൻസിനെ എംപവർമെന്റ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായി. ഓൾറെഡി ഞാൻ മാഡമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, as of now ഓൾറെഡി അതിന്റെ ഫുഡ് പ്രോസസ്സിംഗിൽ വരുന്ന ഡീഹൈഡ്രേഷൻ പ്രോസസ്സിൽ വരുന്ന അതിന്റെ ഒരു ഹൈ കോസ്റ്റ്, ഇൻഷുറൻസേഷൻ കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എക്സെട്ര,
അതെല്ലാം വളരെ ഹ്യൂജ് ആണ്, അതൊരു അഫോർഡബിൾ അല്ല എന്നുള്ള രീതിയിൽ. സോ ഇന്നത്തെ ടോക്ക് എന്ന് പറയുന്നത് ജനറൽ ടോക്ക്. ഇറ്റ്സ് റിലേറ്റഡ് ടു അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ഫുഡ് പ്രോസസ്സിംഗ്, then the basics of solar dryers, then നമ്മുടെ ഒരു എന്റർപ്രണേഴ്സ്, നിങ്ങളുടെ വിമൻസ് ഗ്രൂപ്പിലുള്ള ഒരു എന്റർപ്രണേഴ്സ്, ഒരു ബഡിങ് എന്റർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ ആ ബഡിങ് എന്റർപ്രണേഴ്സിന്റെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് ഒരു സസ്റ്റൈനബിൾ ഇൻകം ജനറേഷൻ ചെയ്യുന്ന ഒരു ടോട്ടൽ പ്രോസസ്സിന്റെ ബേസിക്സ് ആണ് ഇന്ന് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സോളാർ ഡ്രയേഴ്സ് മാത്രമല്ല, ഒരു സ്ത്രീ കൂട്ടായ്മ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ആൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സസ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഇൻകം ജനറേഷൻ ചെയ്യാൻ പറ്റും, ദെൻ എത്ര പേർക്ക് നമുക്കൊരു എംപ്ലോയബിലിറ്റി ജനറേഷൻ ചെയ്യാൻ പറ്റും, ദെൻ അത് എക്കണോമിക്കലി വയബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മുടെ ഏത് എൻഡ് യൂസേഴ്സ് ആണെങ്കിലും അവരുടെ കസ്റ്റമേഴ്സിന്റെ ഫിനാൻഷ്യൽ അനുസരിച്ച് ആ എക്കണോമിക്കൽ ബെനിഫിറ്റോട് കൂടി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The topic is solar dryers for food engineering. First of all, I will introduce myself. Who am I? I'm actually I'm a former associate director and associate professor of Rajdhani Group of Institution. As of now, I am retired in 2021. Sorry, not retired, is resign. ഞാൻ റിസൈൻ ചെയ്തു. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അധ്യാപകനായിരുന്നു. 12 വർഷത്തെ അധ്യാപനം കഴിഞ്ഞിട്ട് ഞാൻ അത് റിസൈൻ ചെയ്തു. ഇപ്പോൾ 2 കമ്പനീസ് ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫുഡ് പ്രോസസ്സിംഗ് ആണ്, ട്രാവൻകൂർ ഫുഡ്സ് ആൻഡ് ബിവറേജസ് എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ. രണ്ടാമത്തത് അതിന്റെ തന്നെ ഒരു റിസർച്ച് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ട്രാവൻകൂർ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് എന്നാണ്. പിന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഞാൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ പല നോഡൽ ഏജൻസിയുടെയും നോഡൽ ഓഫീസറായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. MNREയുടെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ എംപാനൽഡ് റിസോഴ്സ് പേഴ്സൺ ആണ്, അനർത്തിന്റെ റിസോഴ്സ് പേഴ്സൺ ആണ്. പിന്നെ റിലേറ്റഡ് ടു സ്കിൽ ഡെവലപ്മെന്റ്, ദെൻ ഫുഡ് സെക്യൂരിറ്റി, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, ഇവരുടെ എല്ലാം മെന്റർ, ദെൻ ട്രെയിനർ, TOT ട്രെയിനർ എന്നിട്ടുള്ള അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു എന്റർപ്രണർ വരുമ്പോൾ ആ എന്റർപ്രണറിന് ഒരു സസ്റ്റൈനബിൾ ഇൻകം എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ്, ഇൻക്ലൂഡിങ് സോളാർ ഡ്രൈയിങ് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ആൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഇൻകം ജനറേറ്റ് ചെയ്യാം. ദീസ് ആർ ദ ജനറൽ ഇൻട്രൊഡക്ഷൻ. ദെൻ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നതാണ് മെയിൻ. എന്റെ ഒരു എന്റർപ്രണർ ജേർണി 2016 തൊട്ട് ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും നീതി ആയോഗിന്റെയും മെന്ററായിട്ടും ദെൻ ട്രെയിനറായിട്ടും അവരുടെ എല്ലാം സ്കിൽ ഡെവലപ്മെന്റിന്റെ പിന്നെ പുതിയ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇതിന്റെ എല്ലാത്തിന്റെയും പല നോഡൽ ഏജൻസിയുടെയും പല റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഒരുപാട് പേരുമായിട്ട് ഞാൻ സംസാരിച്ചതിൽ നിന്നും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും നൗ ഡേയ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്കൊരു ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഒരു എന്റർപ്രണർ ജേർണിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എന്ത് പ്രോഡക്റ്റ് ആയാലും ശരി, ഏത് പ്രോസസ്, പ്രോഡക്റ്റ് ഓർ സർവീസ്, ഇതിനകത്തൊരു ഇന്നോവേഷൻസ് വേണം. ഇന്നോവേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് പ്രോഡക്റ്റ് എന്ത് രീതിയിൽ ചെയ്തിട്ടും ഒരു കാര്യമില്ല. മാർക്കറ്റിൽ നമുക്കൊരു സസ്റ്റൈനബിൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്നും ഔട്ട് ആകുമ്പോൾ, അത് റിന്യൂവബിൾ എനർജിയുടെ കേസിലാണെങ്കിൽ പോലും അതിനകത്ത് ഈവൻ നിങ്ങളുടെ ഒരു ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങളുടെ എൻഡ് പ്രോഡക്റ്റ്, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്, ആ വാല്യൂ ആഡഡ് പ്രോഡക്റ്റില് ഒരു ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. സോ ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇന്നോവേഷൻ. പിന്നെ എങ്ങനെ നമുക്ക് ചെറിയൊരു സംരംഭം തുടങ്ങാം, അതിനകത്തുള്ള ഒരു ബ്രാൻഡിങ് സ്ട്രാറ്റജീസ്, ബട്ട് എന്തുകൊണ്ട് ദാറ്റ് മീൻസ് നമ്മുടെ ഒരു സോളാർ ഡ്രയർ യൂസ് ചെയ്ത് ഒരു എൻഡ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ
ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ. പ്രശാന്തിന്റെ ഓഡിയോ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, അതൊന്ന് കുറച്ചും കൂടെ ക്ലിയർ ആക്കിയാൽ ഇപ്പൊ ക്ലിയർ ആണോ? ഇറ്റ് ഈസ് ബെറ്റർ യെസ്. ഓക്കെ. സോ എന്തുകൊണ്ട് നമ്മുടെ ഈ ടോപ്പിക്സ് കവർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു എൻഡ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യും. നിങ്ങളുടെ ഒരു വാല്യൂ ആഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി, ആ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രം പോരാ, അത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ദെൻ ആ മാർക്കറ്റിൽ നിന്നും നമുക്കൊരു ഇൻകം ജനറേഷൻ വേണം. ആ ഇൻകം ജനറേഷന് വേണ്ടിയുള്ള സ്റ്റെപ്സുകളും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ഇന്നോവേഷൻ. എന്താണ് ഇന്നോവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ there is a way to do it better, find it. ഇതാണ് ഇന്നോവേഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് നമ്മൾ കണ്ടെത്തുക, മറ്റൊരാൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, പ്രോസസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കായിട്ട് അതിനെ എന്ത് ചേഞ്ചസ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. അവിടെയാണ് ഒരു ഇൻവെന്റീവ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് സ്റ്റെപ്സ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റിൽ ഒരു ഇന്നോവേറ്റീവ് സ്റ്റെപ്സ്, നിങ്ങളുടെ ജാക്ക് ഫ്രൂട്ട് സോളാർ ഡ്രയേഴ്സിൽ വെച്ചിട്ട് ഡീഹൈഡ്രേറ്റഡ് ജാക്ക് ഫ്രൂട്ട് ആയി, ദെൻ ഇതൊരു പാക്കറ്റിലാക്കിയിട്ട് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു എന്താ പറയാ, മാർക്കറ്റിൽ ഒരു സ്പേസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവിടെ ഒരു ഇൻവെന്റീവ് സ്റ്റെപ്സ്, ഒരു ഇന്നോവേറ്റീവ് സ്റ്റെപ്സ്, ഈവൻ തന്നെ നിങ്ങൾക്ക് ജസ്റ്റിഫൈ ഇന്നോവേറ്റീവ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിൽ ചെയ്യുമ്പോൾ നമുക്ക് സൺ ഡ്രൈയിങ് എന്ന് പറയാം. ദെൻ അത് കൂടാതെ ഇതിനകത്ത് ഓരോ പ്രോസസ്സിംഗ് സ്റ്റേജസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഈ ഓരോ സ്റ്റെപ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പൊ ഓരോ പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോഴും, ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അവിടെ നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക. അതാണ് ഇൻവെന്റീവ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂ വേ ഓഫ് ഡൂയിങ് സംതിങ് ഈസ് കോൾഡ് ഇന്നോവേഷൻ. അതിന്റെ ഏറ്റവും നല്ല റെസിപ്പീസ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി, ഫെയിലർ ആൻഡ് ഐട്രേഷൻ. ക്രിയേറ്റിവിറ്റി കൊണ്ടൊരു ഫെയിലർ ഉണ്ടാവും, ഐട്രേഷൻസ്. ഇതിന്റെ എല്ലാം കൂടെ ഒരു ഓൾ ഓവർ സംസ് ആണ് ഇന്നോവേഷന്റെ റെസിപ്പി. പ്രോഡക്റ്റ് ആവാം, നിങ്ങൾ ചെയ്യുന്ന പ്രോഡക്റ്റ് മീൻസ് എന്റെ സോളാർ ഡ്രയർ ആവാം, അല്ലെങ്കിൽ എന്റെ സോളാർ ഡ്രയർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ജാക്ക് ഫ്രൂട്ടോ കസാവയോ അല്ലെങ്കിൽ ഒരു ഡീഹൈഡ്രേറ്റഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കും, അതാവാം. ഇനി ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രോസസ് ആവാം. എല്ലാവരും ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത്, ജാക്ക് ഫ്രൂട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം. ഒരു ജാക്ക് ഫ്രൂട്ടിന്റെ ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. ഞാൻ ആ പ്രോസസ്സിന്റെ ഇന്നോവേഷൻ ഞാൻ പറയാൻ വേണ്ടിയാണ്. ആർക്കെങ്കിലും? പ്രസാദ്, ഞാനൊന്ന് പറയട്ടെ. പറയൂ മാം. ഞാന് ജാക്ക് ഫ്രൂട്ട്, ഞങ്ങളത് പഴുത്ത ജാക്ക് ഫ്രൂട്ട് ഞങ്ങളത് എടുത്തിട്ട് അത് അതിന്റെ കുരുവെല്ലാം മാറ്റിയിട്ട് കുക്കറി വെച്ച് പിന്നെ നല്ലപോലെ ഒരു 2-3 വിസിൽ കൊടുക്കും അതിനകത്ത്. എന്നിട്ട് അതിനകത്ത് നമ്മൾ ചുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ഡ്രയറിൽ ഇങ്ങനെ ലൂസാക്കി ഇടും. അത് നമ്മൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് പീസായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പണ്ട് അട ഉണ്ടാക്കത്തില്ലേ നമ്മള്, അട പായസം, അതുപോലെ ഇതിനെ പീസായിട്ട് നമുക്ക് പിച്ച് ഒന്ന് ഇട്ടിട്ട് വരട്ടി പായസം വെച്ച് ആ പ്രോഡക്റ്റ് കുറെ എന്റെ പോയി. അപ്പോ ഇതിനകത്തൊരു ഇപ്പൊ മാം ശശികല മാം പറഞ്ഞതൊരു പ്രോസസ്സാണ്. ഈവൻ നമ്മുടെ റൈപ്പൻഡ് ജാക്ക് ഫ്രൂട്ടിൻ്റെതാണ് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ നോർമൽ റൈപ്പൻഡ് അല്ല, മെച്യൂർഡ് ജാക്ക് ഫ്രൂട്ട് ആണെങ്കിൽ ആ ജാക്ക് ഫ്രൂട്ട് സാധാരണ രീതിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മെജോറിറ്റി ആൾക്കാരും ഞാൻ എല്ലാവരും എന്ന് പറയുന്നില്ല, ഒരു 80% ആൾക്കാരും നേരെ ഡ്രയറിലോട്ട് കയറ്റുന്നു, ദെൻ അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. പക്ഷേ സോറി ഞാനൊന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക്. മാം പറയും. ഞാൻ ചക്ക ചെയ്യാറുണ്ട്, പക്ഷെ ഈ പ്രോസസ് ശശികലാച്ച പ്രോസസ് അല്ല. ഹലോ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് മുഴുവൻ ചക്കച്ചുള കാൻഡി ഉണ്ടാക്കുകയാണ്. അത് വളരെ വളരെ നല്ലപോലെ ചിലവാകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ പ്രോസസ്സിംഗ് ഉണ്ട്. അതിന് കുറെ ചക്കച്ചുള എടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് വെച്ചിട്ട് വേണം ഷുഗർ സിറപ്പ് ഉണ്ടാക്കി അതിനകത്തിട്ട് വെക്കാൻ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുന്നതും
ക്യാൻഡിക്ക് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ആദ്യം 50% മാത്രം സിറപ്പ് ഉണ്ടാക്കി വെക്കുക. അടുത്ത ദിവസം അതെടുത്ത് മാറ്റിയിട്ട് ആ സിറപ്പിനകത്ത് കുറച്ച് ഷുഗറും കൂടെ ഇട്ട് അങ്ങനെ 5 ദിവസമോ 7 ദിവസമോ ഒക്കെ ചെയ്തിട്ടാണ് ആ ക്യാൻഡി നമ്മൾ ഉണക്കാൻ ഡ്രയറിലേക്ക് കൊണ്ടുപോകാറ്. അതൊരു ഡിഫറെന്റ് ടൈപ്പ് പ്രോസസ് ആണ്. ഇപ്പൊ ശശികല മാം പറഞ്ഞത് നമ്മുടെ വടക്കോട്ടൊക്കെ തിര എന്ന് പറയും. തിര, ചക്കയുടെ തിര എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ പറഞ്ഞ മാം പറഞ്ഞത് എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ടിന്റെ ക്യാൻഡി. ആക്ച്വലി 2019 സ്റ്റേറ്റ് ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും കേരള ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും ഏകദേശം 10 ലക്ഷം രൂപയുടെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് സ്റ്റേറ്റിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്തു. ആ 10 പേരിൽ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ജാക്ക് ഫ്രൂട്ടിന്റെ കുറച്ച് ടെക്നോളജി എനിക്ക് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ രണ്ടുപേരും പറഞ്ഞത് റൈപ്പൻഡ് ജാക്ക് ഫ്രൂട്ട് ആണ്. അപ്പൊ മെച്യൂർഡ് ജാക്ക് ഫ്രൂട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് ഇതിനെ ഫസ്റ്റ് വാഷ് ചെയ്തതിനു ശേഷം ഏതർ സ്റ്റീം ബ്ലാഞ്ചിങ് ഓർ വാട്ടർ ബ്ലാഞ്ചിങ്, ഈ ഒരു ബ്ലാഞ്ചിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡീഹൈഡ്രേഷനിലോട്ട് പോകുന്നത്. ഞാൻ ഈ പറയുന്ന ടേംസുകൾ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഒരു ഫുഡ് പ്രോസസിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ മീൻസ് ഈസ് എ പ്രിസർവേറ്റീവ് ടെക്നോളജി. പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസസ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. ഇതിൽ 3 കമ്പോണന്റ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 3 സ്റ്റേജ് ഓഫ് പ്രോസസ് ആണ്. The first process is blanching, the second process is drying, and the third process is sterilization. ഈ ഒരു 3 പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഒരു പ്രീമിയം മാർക്കറ്റിലോട്ട് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, മാർക്കറ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ ആ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ഒരു 3 പ്രോസസ്സിങ്, സ്റ്റെറിലൈസേഷൻ, ബ്ലാഞ്ചിങ് ആൻഡ് ഡീഹൈഡ്രേഷൻ, ഈ ഒരു 3 പ്രോസസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ഒരു ഡീഹൈഡ്രേറ്റഡ് ഏത് ജാക്ക് ഫ്രൂട്ട് ഓർ കസാവ, എനി പ്രോഡക്റ്റ്, എനി ഫിഷ്, വെജിറ്റബിൾസ് ഓർ എന്തോ ആയിക്കോട്ടെ, ഇതിനെ നമ്മൾ തിരിച്ച് വെള്ളത്തിലിടുമ്പോൾ ഇതിന്റെ 98 to 99% ഒറിജിനൽ കൺസിസ്റ്റൻസി റീടൈൻ ചെയ്യും. ഇത് ടെക്നിക്കലി പ്രൂവൺ ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്ത് കൃഷി വിജ്ഞാന കേന്ദ്ര പോലുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള ടെക്നോളജി. അപ്പൊ നമ്മുടെ മെജോറിറ്റി ആൾക്കാരും ജാക്ക് ഫ്രൂട്ട് അങ്ങനെ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ചെയ്യുമ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അവരുടെ ഒരു പ്രോസസ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരാൻ കാരണം ദാറ്റ്സ് വൺ ടൈപ്പ് ഓഫ് എൻ ഇന്നോവേഷൻ ഇൻ എ പ്രോസസ് മെത്തഡ്. കാരണം അവിടെ ഈ ഒരു 3 പ്രോസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ പറയും കപ്പ വാട്ടിയ കപ്പ, ഉണക്ക കപ്പ അല്ലെങ്കിൽ ഉണക്കച്ചക്ക എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മുടെ ഉണക്കിയ ചക്ക അല്ല, ഉണക്കിയ ചക്ക തിരിച്ച് വെള്ളത്തിൽ ഇടുമ്പോൾ 99% അതിന്റെ ഒറിജിനൽ കൺസിസ്റ്റൻസി റീറ്റെയിൻ ചെയ്യും. അതിനെയാണ് നമ്മുടെ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അതൊരു ഇന്നോവേറ്റീവ് ന്യൂ പ്രോസസ്സാണ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ന്യൂ മാർക്കറ്റ് ഉണ്ട്, ബിസിനസ് ഓർഗനൈസ് ചെയ്യാം, സോഴ്സ് ഓഫ് സപ്ലൈ, അങ്ങനെ എവറിത്തിങ്. ഏത് മേഖല എടുത്താലും അതിനകത്ത് നമുക്ക് കൊണ്ടുവരാം. ഞാൻ ജസ്റ്റ് സ്പീഡപ്പ് ആയിട്ട് പോവുകയാണ്. നമ്മുടെ സോളാർ ട്രൈങ്കിലോട്ട് വരാം. ഒരു ഗ്രേറ്റ് എന്റർപ്രണർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജ് ഡിഗ്രിയുടെയോ ബഞ്ച് ഓഫ് മണിയോ ബിസിനസ് എക്സ്പീരിയൻസോ ഒന്നും ആവശ്യമില്ല. As of now, the state and the central government and other agencies are supporting the budding entrepreneurs, even in the form of a grant moneyയുടെ കേസിൽ ഗ്രാൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈവൻ ടെക്നോളജി സപ്പോർട്ട്, ടെക്നോളജി ട്രാൻസ്ഫർ സ്കീംസ് ഉണ്ട്, ടെക്നോളജി കൊമേഴ്സ്യലൈസേഷൻ ഉണ്ട്. ഇനി നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ ഇൻക്യുബേഷൻ ഫെസിലിറ്റീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഏജൻസീസ് ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. കേരളത്തിൽ തന്നെ ഒരുപാട് ടെക്നോളജി സെന്റേഴ്സ് അവൈലബിൾ ആണ്. എന്റെ കമ്പനി, ടു ബി ഫ്രാങ്ക്, എന്റെ 2 കമ്പനിക്കും ഞാൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വെറും 0 ആണ്. എനിക്ക് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിൽ നിന്നും 10 ലക്ഷം രൂപയുടെ ഒരു ഗ്രാൻഡും, ദെൻ നമ്മുടെ ATL നീതി ആയോഗിൽ നിന്നും വേറൊരു 15 ലക്ഷത്തിന്റെ ഒരു ഗ്രാൻഡും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രാൻഡ് വെച്ചിട്ടാണ് ഞാൻ എന്റെ കമ്പനിയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് റൺ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ആദ്യം ആ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ ഫുഡ് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ല. അത് പത്തനംതിട്ടയിലുള്ള KVK, തടിയൂരുള്ള KVKയിലാണ് ഇൻക്യുബേഷൻ സ്പേസ്. ഇനി ട്രിവാൻഡ്രത്താണെങ്കിൽ നമുക്ക് ശ്രീകാര്യത്ത് സെൻട്രൽ ട്യൂബർ CTCRA ഉണ്ട്.
പിന്നെ എറണാകുളത്ത് സ്വിഫ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഏജൻസീസ് ഈവൻ ഫണ്ട് ചെയ്യാനും ദെൻ ഇൻക്യുബേഷൻ ഫെസിലിറ്റീസിനും എല്ലാത്തിനുള്ള അവസരം നമ്മുടെ ബഡ്ഡിംഗ് എന്റർപ്രൈസിലുണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് പൈസ ഇല്ല അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഡ്രീം പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യാതിരിക്കരുത്. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഏജൻസീസ് അവരുടെ ഒരുപാട് സ്കീംസുകൾ ഇപ്പോൾ അവൈലബിൾ. പിന്നെ ഒരു എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് എന്തും ആയിക്കോട്ടെ, ഇപ്പൊ ഒരു പ്രോഡക്റ്റ് എന്തൊരു ഇൻവെന്റീവ് സ്റ്റെപ്സ് എടുത്താലും, നിങ്ങളുടെ ഒരു സ്ഥാപനം തുടങ്ങുകയോ അല്ലെങ്കിൽ പ്രോസസിങ് യൂണിറ്റ് തുടങ്ങുകയോ അത് എന്തും ആയിക്കോട്ടെ, ഫസ്റ്റ് നിങ്ങളെ തന്നെ അത് മനസ്സിലാക്കുക. ഡു യു വാണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ്? എന്തിനു വേണ്ടി? വിച്ച് ടൈപ്പ് ഓഫ് ബിസിനസ്? നിങ്ങൾക്ക് എന്തിനാണ് ബിസിനസ്? എന്തൊക്കെ സ്കിൽസ് നിങ്ങൾക്കുണ്ട്? നിങ്ങളൊരു ഏതെങ്കിലും ഏരിയയിൽ ഒരു എക്സ്പെർട്ടൈസ് ആണ്. ഇപ്പം മാഡം പറഞ്ഞു, ശ്രീകല മാഡവും മറ്റു മാഡവും പറഞ്ഞു, രണ്ടുപേരും റൈപ്പൻഡ് ജാക്ക് ഫ്രൂട്ടിൽ, പക്ഷെ രണ്ടുപേരുടെയും പ്രോഡക്റ്റ് എൻ്റർലി ഡിഫറെന്റ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മാർക്കറ്റ് സെഗ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവരുടെ രണ്ടുപേരുടെയും പ്രോഡക്റ്റുകൾ സെയിലായി പോയത്. ഇനി ആ പ്രോഡക്റ്റിനെ കുറച്ചും കൂടെ അപ്പർ ലെവലിലോട്ട് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ദെൻ what sort of lifestyle do you want? How much capital do you need? ഇവിടെ ഒരു സെൽഫ് അനാലിസിസ് ആണ്. ഈ സെൽഫ് അനാലിസിസ് നടത്തുക. ഇനി ഐഡിയാസ് കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അങ്ങനെ, അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിവുള്ള ഇപ്പൊ പല വീട്ടമ്മമാർക്കും നല്ല രീതിയിൽ പാചകം ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന കിട്ടുന്ന അച്ചാറായിക്കോട്ടെ പൊടികളായിക്കോട്ടെ എല്ലാത്തിലും ഏജിങ് ഏജൻസുകളും പിന്നെ സോഡിയം ബെൻസോണേറ്റോ പൊട്ടാസ്യം അങ്ങനെയുള്ള പല കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പെർമിറ്റഡ് ആണ് എങ്കിൽ പോലും ഇതിനകത്ത് എന്താ പറയാ, ഇതിന്റെ എല്ലാം ഒരു അതിക്രമം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വീട്ടമ്മമാര് ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെന്റ് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സോളാർ ഡ്രയർ ഇൻസ്റ്റാൾ ചെയ്യും. ദെൻ അതിലെ മല്ലിയും മുളകും എല്ലാം ഉണക്കി പൊടിച്ച് ദെൻ അതൊരു നല്ലൊരു പാക്കിംഗ് ആയിട്ട് നിങ്ങൾ അവരുടെ കയ്യിൽ എത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു മാർക്കറ്റ് സെഗ്മെന്റ് അവിടെ ഉണ്ടാവുകയും നിങ്ങൾക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ഇൻകം ജനറേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ പല മെത്തേഡ് പല നമുക്ക് വീട്ടമ്മമാർക്ക് അറിയാവുന്ന കഴിവുകൾ അതൊരു ബിസിനസ് ഇതിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റ് റിസർച്ച് ആണ് ചെയ്യേണ്ടത്. ഇന്റർവ്യൂസ് നടത്താം, സർവേസ് നടത്താം, എല്ലാം നടത്താം. പക്ഷെ നമ്മുടെ മെജോറിറ്റി ആൾക്കാരിലും ഉണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ, ഇപ്പൊ ഒരു സോളാർ ഡ്രയർ എൻ്റെ നിന്ന് വാങ്ങിച്ചു അല്ലെങ്കിൽ ആരുടെ നിന്നെങ്കിലും വാങ്ങിച്ചു, അതിൽ നിന്നും ഡീഹൈഡ്രേറ്റഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി അവിടെ ഷെൽഫിൽ വെച്ചാൽ മാത്രം പോരാ, അതിനെ നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിക്കണം. മാർക്കറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? മെജോറിറ്റി ആൾക്കാരും അത് ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ളവരെടുത്തോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരെടുത്തോ ചോദിക്കും, ഇവിടെ എന്റെ കയ്യിൽ ഇത്ര പ്രോഡക്റ്റ് ഉണ്ട്, ഇത് എവിടെ കൊടുക്കാൻ പറ്റും, അവിടെ കൊടുക്കാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ഉടനെ ഓൺലൈനിൽ കയറി സെർച്ച് ചെയ്ത് കൊടുക്കും എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് ഉള്ളത്. ഇതെല്ലാം തെറ്റാണ്. നമ്മുടെ ഓൺലി സെക്കൻഡറി റിസർച്ച് അല്ലെങ്കിൽ ഓൺലൈൻ റിസോഴ്സസിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അത് പോരാ, നമ്മുടേതായിട്ടുള്ള ഒരു മാർക്കറ്റ് സെഗ്മെന്റ് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകൾക്ക് സെയിൽസ് ഉണ്ടാവും, നമുക്കൊരു സസ്റ്റൈനബിൾ. ദെൻ ഇൻ കേസ് ഇനി നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് സെഗ്മെന്റ് കിട്ടി, നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നുണ്ട്, അത് വാങ്ങിച്ചാൽ മാത്രം പോരാ, അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പിന്നെ അതിനെ ഒഫീഷ്യലി മേക്ക് ഇറ്റ് ആൻ ഒഫീഷ്യൽ. ഇപ്പോ വളരെയധികം എളുപ്പമാണ്. ഈ പറയുന്നതൊക്കെ നമ്മുടെ വാർത്തയിലും എല്ലാം കാണുന്നതൊക്കെ ശരി തന്നെയാണെങ്കിലും ഒരു ബഡ്ഡിംഗ് എന്റർപ്രണറിനെ സംബന്ധിച്ച് ഇപ്പോ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഏത് ഏജൻസി ആയിക്കോട്ടെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ KSIFT എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അറൌണ്ട് നിങ്ങൾക്ക് 30ഓളം ലൈസൻസ് ഓൾറെഡി ലൈസൻസ് അലോട്ടഡ് ആയത് കിട്ടും. ഈവൻ അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 20 ദിവസത്തിനകത്ത് കളക്ടറിന്റെ സ്പെഷ്യൽ പെർമിഷനോട് കൂടി നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, പെർമിറ്റുകളും ലൈസൻസുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. KSIFT എന്നാണ് ആ ആപ്ലിക്കേഷന്റെ പേര്. പിന്നെ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക. നമ്മുടെ പ്രോഡക്റ്റ്, ഇപ്പോൾ സൺ ഡ്രൈഡ് പ്രോഡക്റ്റ്,
സോളാർ ഡ്രൈയിൽ നിന്ന് കിട്ടുന്നത് സൺ ഡ്രൈഡ് ആണ്. ഈവൻ ഇലക്ട്രിക് ഡ്രൈയിൽ നിന്ന് കിട്ടുന്നത് ഡ്രൈഡ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം സൺ ഡ്രൈഡ് പ്രോഡക്റ്റ്. അപ്പൊ എല്ലാവർക്കും അറിയില്ല എന്താണ് സൺ ഡ്രൈഡ് അല്ലെങ്കിൽ സോളാർ ഡ്രൈഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്തുള്ള എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് നമ്മുടെ പാക്കിങ്ങിലോ അല്ലെങ്കിൽ അതിനകത്തൊരു 1 to 2 സെന്റൻസിൽ അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാം. ദെൻ അതിന്റെ ഫീച്ചേഴ്സ്, ക്വാളിറ്റി, പിന്നെ നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം, അതിന്റെ ഈവൻ പാക്കേജിങ്, സർവീസസ്, ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കണം. അല്ലാതെ ഒരു മെഷീൻ വാങ്ങിച്ചു വെച്ചോ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് വാങ്ങിച്ചു വെച്ചിട്ടോ നമുക്ക് പ്രോഡക്റ്റ് സെയിൽ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, വെറൈറ്റി, ഡിസൈൻ, ഫീച്ചേഴ്സ്, ബ്രാൻഡ് നെയിം, പാക്കേജിങ്, സർവീസ്, ഇതെല്ലാം നമ്മൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ അതിന്റെ പ്രൈസിങ്, പിന്നെ പ്ലേസ്, എവിടെയാണ് പ്ലേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചാനൽസ്, കവറേജ്, ലൊക്കേഷൻ, ഇൻവെന്ററി, ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്. സൺ ഡ്രൈഡ് പ്രോഡക്റ്റ് നിങ്ങളുടെ ഈ ഏറ്റവും കൂടുതൽ സോളാർ പ്രോഡക്റ്റ് എവിടെയാണ് ചെലവാകുന്നതെന്ന് അറിയോ ആർക്കെങ്കിലും? എവിടെയാണ് ചെലവാകുന്നതെന്ന് അറിയോ ആർക്കെങ്കിലും? എന്റെ അനുഭവത്തില് വിദേശത്ത് പോകുന്നവരായി സൺ ഡ്രൈഡ് പ്രോഡക്റ്റ് മേടിച്ചോണ്ട് പോകുന്നത്. അതെ, നമ്മുടെ മാർക്കറ്റ് ആഫ്രിക്കൻ മാർക്കറ്റ് ഉണ്ട്, യൂറോപ്യൻ മാർക്കറ്റ് ഉണ്ട്, മിഡിൽ ഈസ്റ്റ് ഉണ്ട്. ഈ സൺ ഡ്രൈഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഹൈലി ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ളതും ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽസ് ബെനിഫിറ്റ്സ് ഉള്ളതുമായിട്ടുള്ള ഏവരി പ്രോഡക്റ്റിന്റെയും ഹ്യൂജ് മാർക്കറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് കേരളത്തിൽ ലോഞ്ച്, ഞാൻ പറയുന്നത് കേരളത്തിൽ നിങ്ങൾ ലോഞ്ച് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി ഒരു പ്രോഡക്റ്റ് ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്തതിന് ശേഷം then we go for international markets. കാരണം യൂറോപ്യൻ കൺട്രീസിൽ ഞാൻ ഓൾറെഡി 2019 മിഡിൽ ഈസ്റ്റിലും UK-ലും എല്ലാം ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തിയതാണ്. വളരെ എന്താ പറയാ, വളരെ ഈവൻ 2 വീക്സ് ഇടവിട്ടിട്ട് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ സാധനം പോകുന്നുണ്ട് യൂറോപ്യൻ കൺട്രീസിലോട്ട്. ഡ്രൈഡ് പ്രോഡക്റ്റുകൾ, മാംഗോ, ബനാന, ജാക്ക് ഫ്രൂട്ട്, പിന്നെ പൗഡേഴ്സുകൾ, നമ്മുടെ സ്പൈസസ് പൗഡേഴ്സ്, എല്ലാം പോകുന്നുണ്ട്. അപ്പൊ യൂറോപ്യൻ മാർക്കറ്റ് ആണ് ഇതിന്റെ ഒരു വലിയ ഒരു നമ്മുടെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിലോട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടി നമുക്ക് നെറ്റ്വർക്കിംഗ്സ് ആവശ്യമാണ്. അത്യാവശ്യം നെറ്റ്വർക്കിംഗ്സ് നമ്മുടെ തന്നെ സ്റ്റേറ്റ് സെൻട്രൽ ഏജൻസീസിനുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്കും കുറെ ബന്ധങ്ങളുണ്ട്. കാരണം ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്സുകളും ഞാൻ ചെയ്തു തരാം, ഈവൻ എക്സ്പോർട്ടിങ്സിനാണെങ്കിൽ. ദെൻ പ്രൊമോഷൻ. നമുക്ക് അത്യാവശ്യം പ്രൊമോഷൻ നമുക്ക് കാശ് ഉണ്ടാവത്തില്ല, എങ്കിലും അത്യാവശ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു പ്രൊമോഷൻസ് കൊടുത്ത് ആൾക്കാരിൽ എത്തിക്കുക. അത് ഡിഫറെന്റ് മെത്തേഡ്സിൽ നമ്മൾ എത്തിക്കാം. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു മാർക്കറ്റിൽ ഒരു എന്താ പറയാ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും. നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ഇൻകം ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് എന്തും ആയിക്കോട്ടെ, അത് മെഷീൻ ആയിക്കോട്ടെ, ഈവൻ ഒരു അച്ചാർ ആയിക്കോട്ടെ, എന്ത് പ്രോഡക്റ്റ്, ഹെർബൽ ടീസ് ഞാൻ പറയുമ്പോൾ പറയാം, ഹെർബൽ ടീസ് വളരെയധികം ഇപ്പൊ മാർക്കറ്റിൽ സ്കോപ്പ് ഉള്ള ഒരു ഇതാണ് ഹെർബൽ ടീസ്, സൺ ഡ്രൈഡ് ഹെർബൽ ടീസ്. എന്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നമ്മുടെ ഒരാഴ്ചയിൽ 7 ഡേയ്സ് ഓരോ ഡേയ്സിലും ഓരോ ഹെർബ്സ് വെച്ചിട്ടുള്ള ടീ ബാഗ്സ്. അപ്പോൾ അത് സൺ ഡ്രൈഡ് ആണ്. അപ്പൊ ഇതൊക്കെ യൂറോപ്യൻ മാർക്കറ്റിൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള സാധനങ്ങളാണ്. അപ്പൊ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്താണെന്നുള്ളത് ഒന്ന് ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക, ഐഡിയ ജനറേഷൻ. പിന്നെ അതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഫിൽട്ടർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷം ബിസിനസ് സ്ട്രാറ്റജി, നമ്മുടെ മാർക്കറ്റിംഗ് ഏതാണോ, നമ്മുടെ മാർക്കറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റ് ആണോ, നാഷണൽ മാർക്കറ്റ് ആണോ, അതോ ലോക്കൽ മാർക്കറ്റ് ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പ് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റ് ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തണം. മാർക്കറ്റിൽ നടത്തി അതിന്റെ ഫീഡ്ബാക്ക് എടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഫ്ലോസോ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് നമ്മുടെ കൊമേഴ്സ്യലൈസേഷൻ ചെയ്യും. കൊമേഴ്സ്യലൈസേഷൻ, ബൾക്ക് പ്രൊഡക്ഷൻ, അതിനുശേഷം മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ ടോട്ടൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ സ്റ്റേജസ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഐഡിയ ഉണ്ടാവും, നേരെ ഇറങ്ങിയിട്ട് എന്താ പറയാ കടകളിലോട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ഒരു സൈക്ലിക് പ്രോസസ് നമ്മൾ എന്താ പറയാ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് എപ്പോഴും ഒരു സ്റ്റാൻഡ് ഉണ്ടാവും മാർക്കറ്റിനകത്ത്. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. അത് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഒരു
പേരിടം ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഇപ്പം ശശികല മാഡത്തിന്റെ തന്നെ ഒരു ട്രൈഡ് പ്രോഡക്റ്റ് ഉണ്ട്. ആ ട്രൈഡ് പ്രോഡക്റ്റിന് ഒരു നെയിം വരും. ആ നെയിം എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വാല്യൂ ഉണ്ടാവണം, നമ്മുടെ ട്രസ്റ്റ് വിശ്വാസം വരണം, പിന്നെ അത് ബ്രാൻഡിങ് സ്ട്രാറ്റജീസ്, പിന്നെ പാക്കിംഗ് സ്ട്രാറ്റജീസ്, അങ്ങനെ കുറെ സ്ട്രാറ്റജീസ് അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതാണ് ബ്രാൻഡിന്റെ നെയിം. ലൈസ് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാന്നുള്ളതാണ്. ഇവരൊരു ഇന്റർനാഷണൽ ബ്രാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിടുമ്പോൾ, ഒരു പ്രോഡക്റ്റിന് പേരിടുമ്പോൾ പ്രോഡക്റ്റ് ബെനിഫിറ്റ്സ്, ക്വാളിറ്റീസ് ഒക്കെ മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല, ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം, പിന്നെ ലീഗൽ പ്രൊട്ടക്ഷൻ എടുക്കണം, പിന്നെ പാക്കിംഗ്. ഇങ്ങനെ എല്ലാം ചെയ്തു വെച്ചു. ഇനി നിങ്ങളുടെ പാക്കിംഗ് ആണ്. സൺഡ്രൈഡ് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കണം. പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പാക്കിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഒന്ന് ബ്രാൻഡിന്റെ ഐഡന്റിഫിക്കേഷൻ, രണ്ടാമത്തത് കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ, ബോത്ത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പേഴ്സണൽ. ഞാൻ നേരത്തെ പറഞ്ഞു ശശികല മാഡത്തിന്റെ ട്രൈഡ് പ്രോഡക്റ്റ് അത് എന്റെ കയ്യിലെത്തി. ഒരു യൂറോപ്യൻ മാർക്കറ്റിലോട്ടാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ എടുത്തിട്ട് അവർ ഫസ്റ്റ് നോക്കുന്നത് അതിന്റെ ബ്രാൻഡ് നെയിം നോക്കും, ദെൻ അതിന്റെ പ്രോസസ് ഫ്ലോ നോക്കും, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, സൺഡ്രൈഡ് ആണോ, എന്തൊക്കെ വൈറ്റമിൻസ് ഉണ്ട്, എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സേഫ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ ഡ്രൈഡ് പ്രോഡക്റ്റ് ആവുമ്പോൾ തണുക്കാതിരിക്കാൻ നമ്മൾ നോക്കണം. അതിനു വേണ്ടി സാധാരണ കവറൊന്നും പോരാ, 3 ലെയർ ആയിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് അങ്ങനെ യൂസ് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ഇതിന്റെ കളർ സൈക്കോളജിയാണ്. ഇപ്പൊ നമ്മുടെ പ്രായമായിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല, വളരെ കൊച്ചു കുട്ടികൾക്കും കൗമാരക്കാർക്കും ഇത് വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. എന്താ പറയാ, പെൺകുട്ടികളൊക്കെ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് ചുവപ്പ് കളറാണ്, പിന്നെ ഓറഞ്ച് കളർ. അപ്പൊ കളർ സൈക്കോളജി വെച്ച് പോലും പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സെഗ്മെന്റ്സ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട്. അത് നിങ്ങളുടെ മനസ്സിലാക്കുക, എപ്പോഴും മനസ്സിലാക്കുക. പക്ഷേ കേരള മാർക്കറ്റിനെ സംബന്ധിച്ച് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം, കേരള മാർക്കറ്റിനെ സംബന്ധിച്ച് എന്തൊക്കെ ഇത് ഇന്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ സാധാരണ അച്ചപ്പവും മുറുക്കവും ഉണ്ടാക്കിയിട്ട് ഇതേപോലത്തെ പാക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ വാങ്ങിക്കത്തില്ല. നമ്മുടെ ആൾക്കാർക്ക്, കേരളത്തിലെ ആൾക്കാർക്ക് അതിനകത്ത് എന്താണെന്ന് കാണണം, അത് കണ്ടിട്ടേ അവർ വാങ്ങിക്കത്തുള്ളൂ. അതുകൊണ്ട് ലോക്കൽ മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജിയും നാഷണൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും എല്ലാം വ്യത്യസ്തതയുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ. ഇതൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. ആർക്കെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് പറയാൻ പറ്റും? ജസ്റ്റ് an ഇന്ററാക്ഷൻ, കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി. ആർക്കെങ്കിലും ഏത് പ്രോഡക്റ്റും ആയിക്കോട്ടെ. പാർലേജി ബിസ്ക്കറ്റ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ പാർലേജി നമ്മൾ ഏറ്റവും കേട്ട് പരിചയമുള്ളത്. പിന്നെ 2-3 ആൾക്കാരും കൂടെ ഒന്ന് ഇന്ററാക്ട് ചെയ്താൽ കൊള്ളാം. നെസ്കഫേ. Then 1-2 പേരും കൂടെ. ആർക്കെങ്കിലും? 2-minute noodles. ബ്രിട്ടാനിയ. മാം, എന്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ പറഞ്ഞു? ഞാന് പറഞ്ഞത് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പാർലേജി മാത്രം, മാഗിയും നെസ്കഫേയും ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എന്റെ കണ്ണങ്ങോട്ട് പോയത്. പക്ഷെ നമ്മളെല്ലാരും യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് അറിയോ? എല്ലാ വീടുകളിലും യൂസ് ചെയ്യുന്ന ഒരു സാധനം, ഒരു പാക്കിങ്ങും ഇല്ലാതെ ഒരു അച്ചാറ് ആ പൂവിന്റെ അടുത്തായിട്ട് ഇരിക്കുന്ന കേട്ടോ, ഒരു ചെറിയൊരു കവറില്. ശ്രദ്ധിച്ചായിരുന്നോ? പാക്കിംഗ് അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ കണ്ണി വരത്തില്ല. അതെ മാം, അതെ. യെസ്, അത് ആക്ച്വലി അതിനു വേണ്ടിയാണ് ഈ ഒരു ഫിഗർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. We won't know whether it is it's a paste or a pickle or sweet or no. We won't understand. We won't understand. That means I already said that even in a packing, then it's a communication. Then what is the product and what are the contents? അതിനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് അതിനകത്തുണ്ടാവും. ഇത് നമ്മുടെ കുടുംബശ്രീ യൂണിറ്റിന്റെ പണ്ട് സംഭവിച്ച പ്രോബ്ലം ആണ്.
അവരുടെ നല്ല നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അവരുടെ പാക്കിംഗ് മോശം, ബ്രാൻഡിങ് ഇല്ല, ദെൻ അവരുടെ പ്രോഡക്റ്റിന്റെ മാർക്കറ്റിൽ ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റില്ല. പിന്നീട് അവർ അതിനൊരു സ്പേസ് കണ്ടെത്തി. സോ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ ഇതിനകത്ത് നമ്മുടെ ഈവൻ ബ്രാൻഡ് സെലക്ഷൻ ഉണ്ട്, കളർ സെലക്ഷൻ ഉണ്ട്, ഈവൻ ബാക്കിയുള്ളതിനെല്ലാം പ്രോഡക്റ്റ് നമുക്ക് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ ഇന്നെ സിംഗിൾ ഒരു ജസ്റ്റ് ഒരു ഐ വ്യൂവിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഐ വ്യൂ ടച്ചിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഈസ് ദ കളർ സൈക്കോളജി. ഇത് ഇനി ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ഓരോ കളർ സൈക്കോളജി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഈവൻ ഓൾട്ടർനേറ്റീവ് നമ്മുടെ ട്രയിങ്ങിലോട്ട് പോവുകയാണ്. ജസ്റ്റ് അതിൽ നിന്നും ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ നമ്മുടെ ഒരു സോളാർ ഡ്രൈവർ വാങ്ങിച്ചിട്ട് അതിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വേണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിന്റെ എന്റെ കമ്പനിയുടെ പേര് ട്രാവൻകൂർ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച്, ഒരു R&D ഡെവലപ്മെന്റ് കമ്പനിയാണ്. ഇത് ആക്ച്വലി ഈ ഒരു സോളാർ ഡ്രയർ ഡിസൈൻ ചെയ്തത് നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാൻ കേന്ദ്ര പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രാസില് അവരുടെ സയന്റിസ്റ്റിന് വേണ്ടിയാണ് ആക്ച്വലി ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തത്. കാരണം ഞാൻ അവിടെ വിസിറ്റ് ചെയ്തപ്പോ പത്തനംതിട്ട കുറച്ച് ഇതിന് ഉള്ളിലോട്ടാണ്. അവിടെ എന്ന് പറയുന്നത് കുറെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുറെ എന്താ പറയാ കുറെ വിമൻസുകളും കുറെ വിമൻസ് ഗ്രൂപ്പുകളും അങ്ങനെ ഒരുപാട് അന്നത്തെ എന്താ പറയാ ജീവിതം വളരെ ബുദ്ധിമുട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചെറുകിട കർഷകരും ചെറിയ കർഷകരും അതിനെ തന്നെ ചെറിയ പ്രോസസ്സിംഗ് യൂണിറ്റുമൊക്കെ ചെയ്തു പോകുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടായ്മകൾ ഈ തിരുവല്ലയല്ല കോഴഞ്ചേരി ഭാഗത്ത്. അപ്പൊ അവർക്ക് ഈ സോളാർ ഡ്രയേഴ്സ് നിലവിൽ ഇപ്പോ ശശികല മാഡം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ AWSൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് പോലെ നോർത്തിലാണ് ഇത് കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സൗത്തിലോട്ട് ഇത് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഈവൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോളാർ ഡ്രയേഴ്സ് എന്ന് പറയുന്നത് കൺവെൻഷണൽ മെത്തേഡിലുള്ള ഒരു സോളാർ ഡ്രയേഴ്സ് ആണ്. അതിനകത്ത് ഒരു ഇൻവെന്റീവ് സ്റ്റെപ്സോ അല്ലെങ്കിൽ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ദെൻ കോസ്റ്റ് വൈസ് വളരെ ഹ്യൂജ് ആണ്. ഈവൻ ഇൻ ദ കേസ് ഓഫ് എ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അതർ മെറ്റീരിയൽ കോസ്റ്റ് ഉൾപ്പെടെ അവർക്ക് വളരെ ഹ്യൂജ് കോസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്നപ്പോൾ കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് ഇതൊരു അഫോർഡബിൾ റേറ്റിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ നമ്മുടെ ഇലക്ട്രിക് ഡ്രയറിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഈസ് വെരി ഹ്യൂജ്. ദെൻ അവരുടെ തന്നെ മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ്, എനിക്ക് തോന്നുന്നു ശശികല മിസ്സിന് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം. ഹൈബ്രിഡിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് കൺസ്യൂം ചെയ്യുന്നത്. നമുക്കൊരു വലിയൊരു ഫിനാൻഷ്യൽ ബർഡൻ അത് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനും എൻ്റെ ടീമും കൂടെ ഒരു സോളാർ ഹൈബ്രിഡ് ഡ്രയർ റിസർച്ച് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്തത്. ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് തന്നെ പറയാം. ഈവൻ 2020 ഞങ്ങൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ആ പ്രോജക്റ്റ് കേരളത്തിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അവര് കേരളത്തിൽ നിന്നും സെലക്ട് ചെയ്ത 10 ഇൻവെന്റീവ് പ്രോജക്റ്റിന്, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് 2020 നിന്നും കേരളത്തിൽ നിന്നും സെലക്ട് ചെയ്തതിൽ ഒരു പ്രോജക്റ്റ് നമ്മുടെ പ്രോജക്റ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ പ്രോജക്റ്റിന് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലും ഈവൻ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിങ് ഉൾപ്പെടെ നമുക്ക് കിട്ടി. അതിനുശേഷം സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ദീസ് ആർ അച്ചീവ്മെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അവരും നമ്മുടെ പ്രോഡക്റ്റിന് അപ്രൂവൽ തന്നു. അവർ പ്രോഡക്റ്റ് ഈസ് എ പേറ്റന്റഡ് പ്രോഡക്റ്റ്. പേറ്റന്റ് നമ്മൾ അപ്ലൈ ചെയ്തു. ഒരു ഓസ്ട്രേലിയൻ ഇന്നോവേഷൻ പേറ്റന്റും ഇന്ത്യൻ പേറ്റന്റും ഓൾറെഡി ഇതിന് അവൈലബിൾ ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ പല പ്രോജക്റ്റിലും നമ്മുടെ പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിലെല്ലാം നമുക്ക് റെക്കഗ്നേഷൻ കിട്ടുകയും ചെയ്തു. ഇപ്പൊ ഇത് കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂര്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇതിനെ എഗ്രി ചെയ്തു. ദെൻ അവർ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ KDISC, കേരളത്തിന്റെ പുതിയ
യങ് എന്റർപ്രൈസിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് KDISC എന്ന് പറയുന്നത്. KDISC ഈ പ്രോജക്റ്റ് സെലക്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് പിന്നെ IBM മനോരമ യുവ മാസ്റ്റർമൈൻഡ് ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഈവൻ ഫ്ലവേഴ്സ് ഉൾപ്പെടെ നമ്മുടെ പ്രോഡക്റ്റിനെ അവര് ഷോക്കേസ് ചെയ്യിപ്പിച്ച് അവർ അഡ്വർടൈസ്മെന്റ് കൊടുത്തു. These are the achievements. Recently we achieved our product. Recently നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിന്റെ അഗ്രികൾച്ചർ ആൻഡ് പ്രോഡക്റ്റ് സർവീസ്, അഗ്രികൾച്ചറിലും ഫുഡ് പ്രോസസ്സിംഗിലും പ്രോഡക്റ്റും സർവീസസിലും പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മോട്ടോ. ഈ സോൾ എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് മോഡലാണ് IoT എനേബിൾഡ് എഫിഷ്യന്റ് ഹൈബ്രിഡ് സോളാർ ഡ്രയർ. അത് ഡീഹൈഡ്രേഷൻ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡീഹൈഡ്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡ്രൈയിങ്ങിന് യൂസ് ചെയ്യാം, ബ്ലാഞ്ചിങ്ങിന് യൂസ് ചെയ്യാം, സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യാം. ഈ 3 പ്രോസസ്സും ഒറ്റ യൂണിറ്റിൽ തന്നെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന യൂണിറ്റുകളുണ്ട്. ഡ്രയറായിട്ട് മാത്രം യൂസ് ചെയ്യുന്നതുണ്ട്, പിന്നെ ഡ്രയറും ബ്ലാഞ്ചറും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതുണ്ട്, ഡ്രയർ, ബ്ലാഞ്ചിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ഇത് 3ഉം കമ്പൈൻ ചെയ്തിട്ടുള്ളതും ഉണ്ട്. ഇത് ഒരു ഫുഡ് പ്രോസസ്സിംഗ് ചെയിനാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. കാരണം ഈ 3 പ്രോസസ്സും 3 മെഷീൻ വെച്ചാ ചെയ്യുന്നത്. നമ്മുടെ ഈ 3 അതൊന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാവോ? പറഞ്ഞ പോയിന്റ്സ് ആ 3. മാം, ഒരു ഫുഡ് പ്രോസസിംഗ് ടെക് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ എന്ത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും നമ്മുടെ ഡ്രൈയിങ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്രിസർവേഷൻ ടെക്നിക്. പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിനകത്ത് നമ്മുടെ ഒരു ഹയർ എൻഡ് വാല്യൂ പ്രോഡക്റ്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത്, എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹയർ എൻഡ് വാല്യൂ, അതായത് ഹൈ ക്വാളിറ്റി ഹൈലി ന്യൂട്രിയൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു ഫുഡ് പ്രോസസ്സിംഗിൽ 3 പ്രോസസ്സ് കമ്പൽസറി ആയിട്ട് ചെയ്യണം. ഒന്ന് ഡ്രൈയിങ്, അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യാം. രണ്ടാമത്തത് ബ്ലാഞ്ചിങ്, ഡ്രൈയിങ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ടിഷ്യൂസിനെ ഒന്ന് സോഫ്റ്റൻ ചെയ്യണം, അതിനകത്തുള്ള ഇന്റേണൽ ബോണ്ട് സ്ട്രക്ചേഴ്സിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യിപ്പിക്കാം. മൂന്നാമത്തത് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ, UV സ്റ്റെറിലൈസേഷൻ C ബാൻഡ്. അതിനെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ 220 നാനോമീറ്റർ ടു 270 നാനോമീറ്റർ ബാൻഡ് വിഡ്ത്തിനിടയിലുള്ള UV ലൈറ്റ് കൊടുത്ത് അതിന്റെ മൈക്രോ ഓർഗാനിസവും പിന്നെ ബാക്ടീരിയസിനെയും എല്ലാം നശിപ്പിക്കുക. ഇങ്ങനെ ഈ ഒരു 3 പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഹൈലി ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഹയർ എൻഡ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 പ്രോസസ്സും നമ്മുടെ മെഷീനിലും 3 പ്രോസസ്സും ഒന്നിച്ച് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈയിങ്ങും ബ്ലാഞ്ചിങ്ങും മാത്രമായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡ്രൈയിങ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോ റീസെന്റ് മാർക്കറ്റിൽ വേറെ ഒരു പ്രോഡക്റ്റും ഇല്ല. ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡ്രൈയിങ്ങിന് ഡ്രയർ വാങ്ങിക്കുക, ബ്ലാഞ്ചിങ്ങിന് ബ്ലാഞ്ചർ വാങ്ങിക്കുക, സ്റ്റെറിലൈസേഷന് UV സ്റ്റെറിലൈസേഷൻ വാങ്ങിക്കുക. ഈ 3 യൂണിറ്റ് വേണം വാങ്ങിക്കാൻ. അറൌണ്ട് കോസ്റ്റ് ഒരു 4.5 to 5 lakhs എമൗണ്ട് നമുക്ക് അതിന് ചിലവാകും. പക്ഷെ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇത് 3ഉം കൂടെ കമ്പൈൻ ചെയ്ത് ഹയർ എൻഡ് വാല്യൂവിൽ പോയാൽ പോലും അറൌണ്ട് 2 to 2.5 lakhsന് 150 kg ആണ് ഞാൻ പറയുന്നത്. 2 to 2.5 lakhsന് അകത്തേ വരത്തുള്ളൂ. ഞാൻ അതിന്റെ എല്ലാം പ്രൈസിങ് മറ്റു കാര്യങ്ങളും ഞാൻ പറയാം. ഓരോ കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ഇതിലോട്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയില് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസസ് റെഡ്യൂസ് ചെയ്യാണ്. പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഡ്രൈയിങ് അല്ലാതെ വേറൊരു മെത്തേഡ്, മെജോറിറ്റിയും നമ്മൾ ഡ്രൈയിങ് മെത്തേഡിലോട്ടാണ് പോകുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടില് ലൗലോലിക്കാം അല്ലെങ്കിൽ ചക്ക കൂടുതൽ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം? പഴുത്ത ചക്കയാണെങ്കിൽ പൾപ്പാക്കി മാറ്റും, പച്ചച്ചക്കയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ പഴുത്ത് പോയിട്ട് അതങ്ങ് തൊഴിഞ്ഞു. ഇപ്പൊ ലൗലോലിക്ക അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ റംബൂട്ടാൻ പോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏത്തക്ക കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ അതിനെ ഒരു സെക്കൻഡറി പ്രോഡക്റ്റിലോട്ട് കൊണ്ടുപോകും. അതിനെ എന്ത് ചെയ്യുക? ഡ്രൈ ചെയ്യുക, അതിനെ പൗഡറാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാലം ഷെൽഫ് ലൈഫ് കിട്ടും. ദെൻ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഡ്രൈയിങ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ട്രഡീഷണൽ മെത്തേഡ്സ്. ദെൻ ഇപ്പോൾ നിലവിലുള്ള ടെക്നോളജീസ് ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആണ്. നമുക്ക് എക്കണോമിക്കലി നോട്ട് വയബിൾ ഫോർ എൻഡ് യൂസേഴ്സ്. എൻഡ് യൂസേഴ്സ് എന്ന് പറയാൻ കാരണം ഒരു അപ്പർ ലിമിറ്റിലുള്ള അല്ലെങ്കിൽ എക്കണോമിക്കലി കുറച്ച് ഹയർ ആയിട്ടുള്ള ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനീസിനോ അല്ലെങ്കിൽ ഒരു കൺസോർഷ്യത്തിനോ വേണമെങ്കിൽ ഇതൊക്കെ അഫോർഡബിൾ ആണ്. പക്ഷെ താഴേക്കിടയിലുള്ള ഒരാൾക്ക് ഇതൊന്നും അഫോർഡബിൾ അല്ല. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ എൻഡ് കസ്റ്റമേഴ്സ് ആരാണ്? നിങ്ങളുടെ കയ്യിൽ
ശശികല മാഡത്തിന്റെ കയ്യിലോ ഭുവനേശ്വരി മാഡത്തിന്റെ കയ്യിലോ എത്ര രൂപയുണ്ടോ, നിങ്ങളുടെ ആവശ്യം എന്താണ്, ആ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മെഷീൻസ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് പ്രോജക്റ്റ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഏജൻസീസ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സാധാരണ സൺ ഡ്രൈയിങ്ങും ഇലക്ട്രിക് ഡ്രൈയിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പൊ ചോദിക്കും എന്തുകൊണ്ട് സോളാർ ഡ്രൈയിങ് നമ്മുടെ സാധാരണ സൂര്യപ്രകാശത്തിൽ ഉണക്കിയാൽ പോരെ? സാധാരണ സൂര്യപ്രകാശത്തിൽ ഉണക്കുമ്പോൾ the crop is damaged because of the hostile weather condition. വെതർ കണ്ടീഷൻസ് വെച്ച് ഡാമേജ് ഉണ്ടാവാം, കണ്ടാമിനേഷൻസ് ഉണ്ടാവാം, ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നു, പിന്നെ ഇൻസെക്ടിന്റെ ഇൻഫെസ്റ്റേഷൻ ഉണ്ടാവുന്നു, റീഅബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ റീഅബ്സോർവ് ചെയ്യുന്നു, പിന്നെ അതിനകത്ത് ടെമ്പറേച്ചറോ മോയ്സ്ചറോ ഒന്നും കൺട്രോൾ ഇല്ല. നമുക്കൊരു പ്രീമിയർ ലെവൽ ഹയർ എൻഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ, ഒരു സൺട്രൈഡ് എന്ന് പറയുന്നത് പ്രീമിയം ലെവൽ പ്രോഡക്റ്റ് ആണ്, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്. അപ്പോ നമുക്ക് ഈ ഒരു ഓപ്പൺ സൺ ഡ്രൈയിങ്ങില് ഈ ഒരു പ്രോഡക്റ്റ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. രണ്ടാമത് ഇലക്ട്രിക് ഡ്രൈയിങ്, വേറൊരു ഓപ്ഷൻ ഇലക്ട്രിക് ഡ്രൈയിങ് ആണ്. ഇലക്ട്രിക് ഡ്രൈയിങ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഹൈ പവർ കൺസപ്ഷൻ, എനർജി കൺസപ്ഷൻ വെരി ലാർജ് ആണ്. ഇതിനകത്ത് നമുക്ക് പ്രോസസ്സിംഗ് സൈക്കിൾസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചുമ്മാ ഹീറ്റർ ഓൺ ചെയ്തിടുക, ചൂടാവും, പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് പോകും. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, ഇൻ മൈ എക്സ്പീരിയൻസ്, ഒരു ഫുഡ് പ്രോഡക്റ്റ് ഹൈലി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, ഡീഹൈഡ്രേറ്റഡ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ എത്ര ആയിരിക്കും എന്നറിയോ? ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാവോ? നോർമൽ ടെമ്പറേച്ചർ ആർക്കെങ്കിലും അറിയാം? നമ്മുടെ ഒരു യൂറോപ്യൻ മാർക്കറ്റില് നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുപോകുമ്പോൾ അവർ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് അതിന്റെ ഡീഹൈഡ്രേഷൻ സൈക്കിൾ ചെക്ക് ചെയ്യും. പിന്നെ സാധാരണ രീതിയിൽ നമ്മുടെ ഡീഹൈഡ്രേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 60 to 75 ഡിഗ്രി സെൽഷ്യസ്. ഇൻ ബിറ്റ്വീൻ 60 to 75 ഡിഗ്രി സെൽഷ്യസിൽ സ്ലോലി ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ് അതിന്റെ വൈറ്റമിൻസ്, ന്യൂട്രിയൻസ്, കൺസിസ്റ്റൻസി റീറ്റെയിൻ ചെയ്യാൻ ഏറ്റവും ബെറ്റർ. ദ ഫസ്റ്റ് തിങ്. ഇത് എന്റെ ഇതിൽ പറഞ്ഞതല്ല, ഓൾറെഡി ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച്, സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. രണ്ടാമത്തത്, ഇതിന്റെ ഡീഹൈഡ്രേഷൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത് സ്ലോ ഡീഹൈഡ്രേഷൻ ആണ്. അത് ഏതർ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ജാക്ക് ഫ്രൂട്ട് ഒക്കെ 48 hours കൊണ്ടിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഡീഹൈഡ്രേറ്റ് ചെയ്ത് മോയ്സ്ചർ ലെവൽ ഒരു 10 അല്ലെങ്കിൽ 6 കൊണ്ടുവരേണ്ടത്. പക്ഷെ നമ്മുടെ ഇലക്ട്രിക് ഡ്രയറിൽ കയറ്റിയിട്ട് 5 മണിക്കൂറുണ്ടോ 6 മണിക്കൂറുണ്ടോ സംഭവം ഡീഹൈഡ്രേറ്റഡ് പ്രോഡക്റ്റ് ആവുന്നു. സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി വൈസ് വെരി ലോ. ഒരു മിനിറ്റ്, നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനും ഒരേപോലെയാണ് ഈ വരുന്നത്, റേഞ്ച് വരുന്നത് ഹീറ്റിന്? ഇല്ല മാം, അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോപ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് സൈക്കിളും ടെമ്പറേച്ചറും ഉണ്ട്. ഈവൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. എങ്കിലും മെജോറിറ്റി ആവറേജ് എടുക്കുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 60 to 75 ഡിഗ്രി സെൽഷ്യസ് ആണ് മെജോറിറ്റി. ദെൻ 24 hours to 48 hours ആണ് അതിന്റെ സ്ലോ ഡീഹൈഡ്രേഷൻ പ്രോസസ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്യൻ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ ഇവർ ഇതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് നടത്തും. ക്വാളിറ്റി ടെസ്റ്റ് നടത്തുമ്പോൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം അവർ ചെക്ക് ചെയ്യും. കാരണം അവർക്ക് അറിയാൻ പറ്റും അതിന്റെ കൺസിസ്റ്റൻസി, മോയ്സ്ചർ ലെവൽ എത്രത്തോളം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ഉണക്കക്കപ്പയും സാധാ കപ്പയും തമ്മിലുള്ള വ്യത്യാസം, നമ്മുടെ ഈ ഒരു 48 hours എടുത്ത് സ്ലോ ഡീഹൈഡ്രേഷൻ പ്രോസസ്സിൽ ഒരു 67 to 70 ഡിഗ്രി സെൽഷ്യസിൽ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ടുള്ള, ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ ചെയ്തിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് തിരിച്ച് വെള്ളത്തിയിട്ട 99% ഒറിജിനൽ ചക്ക പോലെ തന്നെ ഇരിക്കും. നമ്മൾ ചക്ക കൂട്ടാൻ വയ്ക്കുമ്പോൾ ഉണക്കക്കപ്പയുടെയോ ഉണക്കച്ചക്കയുടെയോ ഇത് വരത്തില്ല. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഡീഹൈഡ്രേഷൻ പ്രോസസ്സിൽ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സുകൾ കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് എൻഡ് പ്രോഡക്റ്റ് ആണ്, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. സോ നെക്സ്റ്റ് സൊല്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ റേഞ്ച് സാധാരണ drying is considered the product, especially like fruits and vegetables, would require hot air in temperature and 45 to 65 degrees Celsius for safe drying. Safe drying in India, our temperature, research and development temperature 45 to 45 around the 75 degrees Celsius safe dehydrate. So, ഞങ്ങളുടെ വർക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഡ്രൈയിങ്, ബ്ലാഞ്ചിങ്, സ്റ്റെറിലൈസേഷൻ കമ്പൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ രണ്ട് പ്രോസസ്സ് കമ്പൈൻ ചെയ്യും. ഇറ്റ്സ് ഹൈലി കസ്റ്റമൈസബിൾ. നമ്മുടെ എന്റെ പ്രോഡക്റ്റ്
ആർക്കാണോ എൻഡ് യൂസർ അയാളുടെ ആവശ്യാനുസരണം എന്ത് രീതിയിൽ നമ്മൾ ചെയ്യും. ദ ഹയർ എൻഡ് വേർഷൻ ഈസ് IoT ബേസ്ഡ്. IoT ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഈവൻ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡ്രയർ കൺട്രോൾ ചെയ്യാം. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഇറ്റ്സ് എൻ IoT. നമ്മുടെ മൊബൈൽ ഫോൺ മാത്രം മതി. ആ മൊബൈൽ ഫോൺ വഴി ഡ്രയർ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ഹീറ്റർ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം, കുറയ്ക്കാൻ പറ്റും, എയർ ഫ്ലോ റേറ്റ് കൂട്ടാം, കുറയ്ക്കാൻ പറ്റും. ദെൻ രാത്രി കാലങ്ങളിൽ നമ്മുടെ വൈഫൈ ഉണ്ടെങ്കിൽ നമ്മുടെ പുറത്തു പോയാൽ പോലും ഇൻസൈഡ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ലെവൽ, അങ്ങനെയുള്ള എയർ ഫ്ലോ റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് എ ഹയർ എൻഡ് വേർഷൻ. ഇത് നമുക്ക് സാധാരണ ആൾക്കാർക്ക് ആവശ്യമില്ല. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രീമിയർ ലെവലായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് കമ്പനീസ് ഉണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആണ്. ദെൻ നമ്മുടെ പ്രോഡക്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനർജി വേസ്റ്റേജ് ലെസ് ആണ്. ഇറ്റ്സ് എ ഹൈബ്രിഡ് ആണ്. നമുക്കറിയാം കേരളത്തിലെ ഏകദേശം 7 മാസത്തോളം പകുതി എന്ന് പറയാം മഴയും വെയിലും ഉള്ള കാലാവസ്ഥയാണ്. അപ്പൊ നോർമലി ഞങ്ങളുടെ ഇതിനകത്ത് ഇതിന്റെ ടെക്നോളജി എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ പേറ്റന്റഡ് ടെക്നോളജി. എങ്കിലും അതിന്റെ ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞുതരാം. സാധാരണ ഡ്രയറിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ ഇതിനകത്ത് ഹീറ്റ് അബ്സോർവ് ചെയ്യാൻ പറ്റും. അബ്സോർവ് മീൻസ് ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വെയിൽ പോകും. ആ വെയിൽ പോയി കഴിഞ്ഞാൽ പോലും ഞങ്ങളുടെ ഡ്രയർ ഒരു 5-6 മണി വരെ ഇത് വർക്ക് ചെയ്യും. കാരണം ഇതിനകത്ത് ആ ഡേ ടൈമിൽ കിട്ടുന്ന ഹീറ്റിനെ അബ്സോർവ് ചെയ്ത് വെക്കും. അബ്സോർവ് ചെയ്ത് വെച്ചിട്ട് ലൈറ്റ് ഇല്ലാതെ വരുമ്പോൾ അബ്സോർവ് ചെയ്ത മെറ്റീരിയൽ ഹീറ്റിനെ തിരിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് റിലീസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഇൻസൈഡ് ടെമ്പറേച്ചർ വീണ്ടും റൈസ് ചെയ്ത് നമുക്കിപ്പോൾ ക്ലൗഡി സീസൺ ആണെങ്കിൽ പോലും ഒരു കുറച്ച് ടെമ്പറേച്ചർ, കുറച്ച് വെട്ടം മതി, അല്ലെങ്കിൽ കുറച്ച് വെയിൽ മതി, ഒരു നമുക്ക് 2-3 മണിക്കൂർ അഡീഷണൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ദാറ്റ്സ് അവർ ഇൻവെന്റീവ് സ്റ്റെപ്സ്. എഫിഷ്യൻസി കോൺസിസ്റ്റന്റ് ആണ്. കാരണം പാരാമീറ്റേഴ്സ് എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. 24/7 ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം, മോണിറ്റർ ചെയ്യാം, ദെൻ എയർ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാം, എവറിത്തിങ്, എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഓൾമോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ ഇൻ ടെമ്പറേച്ചർ, ഫാനിന്റെ സ്പീഡ് ഉൾപ്പെടെ ഉള്ളത് നോർമൽ ബേസ് മോഡലിൽ ഉൾപ്പെടെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഹയർ ഫീച്ചേഴ്സ് വരുന്നതല്ല ഹയർ എൻഡ് മോഡൽ. മാനുഫാക്ചറിങ് കോസ്റ്റ് ഈസ് വെരി ലോ. ദാറ്റ് മീൻസ് ഈസ് ഹൈലി കസ്റ്റമൈസബിൾ. ഇപ്പൊ ശശികല മാഡം പറയുന്നു എന്റെ 50,000 രൂപയുള്ളൂ. 50,000 രൂപയ്ക്ക് നമുക്ക് മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. അത് മാക്സിമം കപ്പാസിറ്റിയിൽ തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി 2 ലക്ഷം വേണമെങ്കിൽ ആ 2 ലക്ഷത്തിന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് സൺ ഡ്രൈയിങ്ങും ട്രഡീഷണൽ നമ്മുടെ ഡ്രൈയിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ട്രഡീഷണൽ ഡ്രൈയിങ്ങിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സോളാർ ഡ്രൈയിങ്ങിൽ ചെയ്യുമ്പോഴത്തേക്കുള്ള കളറ് ന്യൂട്രിയൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. കളറ്, ന്യൂട്രിയൻസ്, ദെൻ വൈറ്റമിൻസ്, ഇതെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം റീറ്റെയിൻ ചെയ്യും. ഇത് ടെക്നോളജി ഫീച്ചേഴ്സ്. ഇത് നമ്മുടെ ഒരു 1 lakh rupees-ന്റെ ഒരു ഡ്രയറാണ്. ഇത് ഒരു സെപ്പറേറ്റ് ടൈപ്പ് ആണ്. ഇതൊരു ഡയറക്റ്റ് റേഡിയേഷനും ഇൻഡയറക്റ്റ് റേഡിയേഷനും. അത് കുറച്ച് ടെക്നിക്കലി ആയിട്ട് പറയേണ്ടി വരും. നമ്മുടെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നതും സൂര്യപ്രകാശം വേറൊരു പാനലിലോട്ട് കൊടുത്തിട്ട് അതിൽ നിന്നും ഹീറ്റ് കൊടുത്ത് ഡ്രൈ ചെയ്യുന്നതുമായിട്ടുള്ള കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു സോളാർ ഡ്രയർ. ഇത് അറൗണ്ട് നമുക്കൊരു 100 kg മുകളിൽ ലോഡ് ചെയ്യാൻ പറ്റും. 100 kg മുകളിൽ ഇത് അറൗണ്ട് നമ്മൾക്ക് ഒരു 1 kg ഏകദേശം 1,500-2,000 രൂപയ്ക്ക് അകത്തെ വില വരുന്നുള്ളൂ. വില വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഇപ്പോ ഷെഫ്വേ മഷ്റൂം എന്ന് പറയുന്ന ഒരു കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, കൊല്ലം. അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ടെക്നോളജി ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ ഇൻവെന്റീവ് സ്റ്റെപ്സുകളാണ്. ഇത് എന്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു എന്നത്. ഇതൊരു എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് ഉള്ള ഒരാൾക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബേസിക് ആയിട്ടേ ഉള്ളൂ. നമ്മുടെ മാക്സിമം സൺ ഡ്രൈയിങ്, അതായത് നേരിട്ടുള്ള സൂര്യപ്രകാശവും അല്ലാതെ ചുറ്റുപാടും വരുന്ന സൂര്യപ്രകാശവും അബ്സോർവ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പവർ നമുക്ക് കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. അതായത് നമ്മുടെ ഇപ്പോഴത്തേക്ക് AC-യുടെ ടെക്നോളജി, AC ഒരുവിധം ടെമ്പറേച്ചർ ആകുമ്പോൾ പിന്നെ ഓഫ് ആയിട്ട് പിന്നീട് വീണ്ടും ഓൺ ആവില്ലേ, ആ ഒരു ടെക്നോളജി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള പവർ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് ലോഡിംഗ് കപ്പാസിറ്റി 10 കിലോ ഉണ്ടെങ്കിൽ
ഒരു 1000 വാട്ടിനകത്തുള്ള ഹീറ്റർ ഓൺ ചെയ്താൽ മതി. അങ്ങനെ ഹീറ്റർ പവർ സേവിംഗ് മോഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് ഇതിനകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആണ് ഇപ്പൊ കൃഷി വിജ്ഞാന കേന്ദ്രം ആലപ്പുഴയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വെറും 10 കിലോയുടെ ഒരു ബോക്സ് ടൈപ്പ് ഡ്രയറിന് 40,000 രൂപ. പിന്നെ ഒരു ടണൽ ഡ്രയർ ഏകദേശം 100 kg 3.5 lakhs, ഇതൊക്കെ നോർത്തിലുള്ളതാണ്. പിന്നെ ഒരു ബോക്സ് ടൈപ്പ് അത് ഏകദേശം 1 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു 30 കിലോഗ്രാമിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സിസ്റ്റം വരുമ്പോൾ ഈ കാണുന്ന മോഡൽ, ഈ ലെഫ്റ്റ് സൈഡിൽ എക്സ്ട്രീം ലെഫ്റ്റിൽ കാണുന്ന ഒരു മോഡല്, അത് ഏകദേശം 100 kg ഉണ്ട്. ആ 100 കിലോനെ ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു മോഡലാണെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടൈപ്പ് ആണെങ്കിൽ ഏകദേശം ഒരു 1.25 ലക്ഷം 1.5 ലക്ഷത്തിനകത്തെ വില വരുന്നു. 100 kg ആണെന്ന് നോക്കുക. അത് ഹൈബ്രിഡ് ആണ്, അതിനകത്ത് ബ്ലാഞ്ചർ ഉണ്ട്, ഈവൻ സ്റ്റെറിലൈസർ ഉൾപ്പെടെ വേണമെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് ഇതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്യാം. അതാണ് വളരെ ഈസി. ഒരു ലേഡീസിന് വളരെ ഇത് ഉരുട്ടിക്കൊണ്ടുപോകാം. ഇത് 3 പാർട്സ് ആയിട്ട് മാറും. ആ ഒരു കറുത്ത് കാണുന്ന ഒരു പാർട്സ് ഒരു സെപ്പറേറ്റ് ആവും, ആ ക്യാബിൻ സെപ്പറേറ്റ് ആവും, അതിന് താഴത്തെ ബേസ് സെപ്പറേറ്റ് ആവും. അപ്പോൾ നമ്മൾ 2 പേരുണ്ടെങ്കിൽ ടെറസിന്റെ മുകളിൽ വരെ ഇത് പൊക്കിയെടുത്ത് വെക്കാം. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വളരെ കുറവാണ്, ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പ്രൈസിംഗ് ആണ് അറൗണ്ട് നമ്മുടെ ടോപ്പ് ലൈൻ മോഡൽ IoT ഒക്കെ ആണെങ്കിൽ 50 കിലോയുടെ അത് ഈവൻ സ്റ്റീമർ ഉൾപ്പെടെ ചെയ്യുമ്പോൾ, ഞാൻ ഇതൊരു ബേസിക് ആയിട്ടാണ് പറയുന്നത്, കസ്റ്റമേഴ്സ് റിക്വയർമെന്റ് അനുസരിച്ചിട്ടല്ല, റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ജനറൽ ഒരു കോസ്റ്റിംഗ് ആണ് ഞാൻ ഈ പറയുന്നത്. ഈ പറഞ്ഞ 85,000 രൂപയല്ല, നമുക്ക് 50,000 രൂപയ്ക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമുക്ക് ചിലപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന് പകരം അലുമിനിയം യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ GI സ്ട്രക്ചറിന് പകരം നമുക്ക് ACP പാനൽസ് യൂസ് ചെയ്യേണ്ടി വരും. അത് ആസ് പെർ കസ്റ്റമേഴ്സ് റിക്വയർമെന്റ് അതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി സാധാ ബേസ് ലൈൻ മോഡൽ 50 കിലോയ്ക്ക് ഏകദേശം 65,000 രൂപയ്ക്ക് അകത്തേ വരുന്നുള്ളൂ ചെയ്തു വരുമ്പോൾ ബേസ് മോഡൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ശശികല മാഡത്തിന്റെ അവിടെ 30 കിലോ ആണെന്ന് തോന്നുന്നു അല്ലെ മിസ് ലോഡിംഗ് കപ്പാസിറ്റി? ഒരു ഡ്രയർ 50 കിലോയാണ്. 1 കിലോ ഒരു ഡ്രയർ 50 കിലോ. അത് കോസ്റ്റ് അറൗണ്ട് എത്ര വരുന്നുണ്ട്? കോസ്റ്റ് ഏതാണ്ട് 2 ലക്ഷം അടുപ്പിച്ചായി, ട്രാൻസ്പോർട്ടിങ് കൂടാതെ. ഇപ്പൊ നമ്മുടേത് ഞാൻ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യം വരുന്നില്ല. സെയിം 50 kg കപ്പാസിറ്റി വിത്ത് സ്റ്റീമർ ഉൾപ്പെടെ നമുക്ക് വരികയാണെങ്കിൽ പോലും മാക്സിമം 75,000 വരുന്നുള്ളൂ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഞാൻ സാധാരണ ട്രിവാൻഡ്രത്താണ് ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്. അത്യാവശ്യം തൊട്ടടുത്ത ജില്ലകളിലോട്ട് നമ്മൾ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഈ പറഞ്ഞ 35,000 രൂപയൊന്നും ആവത്തില്ല. കേരളത്തിനകത്ത് അറൗണ്ട് കാർഗോ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ മാക്സിമം എനിക്ക് തോന്നുന്നു മിനിമം 4,500 to 10,000 അകത്ത് വരുന്നുള്ളൂ. പിന്നെ ഇതെല്ലാം ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പോർട്ടബിൾ വേണമെങ്കിൽ അങ്ങനെ തന്നെ ആക്കി തരാം. ജീപ്പോ വല്ലതും ഉണ്ടെങ്കിൽ ഇത് ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇതിന്റെ അറൗണ്ട് കോസ്റ്റ് വരുന്നത് 50 kg കപ്പാസിറ്റിക്ക് വിത്ത് സ്റ്റീമർ ആണ് ഞാൻ പറയുന്നത്, ഒരു 65,000 to 75,000 rupees വരുന്നുള്ളൂ. അത് വിത്തൗട്ട് GST ആണ്. 12% GST ഉണ്ട്. അപ്പോ GST കൂടെ ഹലോ മേ കണ്ടിന്യൂ മാം? Hello, sir. കണ്ടിന്യൂ ചെയ്യട്ടെ? കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അറൗണ്ട് ഈ ഒരു കോസ്റ്റ് മാത്രമേ നമുക്ക് ആവുന്നുള്ളൂ. 50 kg കപ്പാസിറ്റി വിത്ത് സ്റ്റീമർ. പിന്നെ ഹൈലി കസ്റ്റമൈസബിൾ മീൻസ് ഒരു കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എന്താണോ ആ റിക്വയർമെന്റിന് അനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദെൻ കോസ്റ്റ്, ഇപ്പൊ ഒരാൾ പറയുന്നത് എനിക്ക് 50,000 rupees ഉള്ളൂ. ആ 50,000 rupees ആസ് പെർ ഫുഡ് സ്റ്റാൻഡേർഡ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെന്റ് സെഡ് ദാറ്റ് in a dryer food processing dryers use ചെയ്യേണ്ട സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് 304, either 304 or 303 അത് യൂസ് ചെയ്യണമെന്ന് അവർ മാൻഡേറ്ററി പറയുന്നത്. ഇനി അസഡിക് ആയിട്ടുള്ള അല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് അലുമിനിയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണോ നമുക്ക് ആവശ്യം, what is the requirement of an end customer, so we can fabricate as per the customer's requirement with a low cost. That's our നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും.
ഇതിന്റെ ഒരു സോഷ്യൽ എക്കണോമിക് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു 65,050 kg ഒരു യൂണിറ്റ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്ട്രാറ്റജീസും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ then we can generate a sustainable income. സസ്റ്റൈനബിൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു 2 lakhs 3 lakhs അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് നോ കോസ്റ്റ്. ഞാനൊരു ജനറൽ കേസ് പറയാണ്. ഇനിയിപ്പോ ചില എന്താ പറയാ വീട്ടമ്മമാർക്ക് 10 കിലോ അല്ലെങ്കിൽ 15 കിലോ ഇടതാണെങ്കിൽ അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തു തരാം. സോ അവരുടെ എക്കണോമിക്കലി എക്കണോമിക്കൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. Prashant, Asha Deshpande wants to ask a question, I think. Okay, ma'am. Yes. Okay. Yeah. You said that the body is stainless steel. Means what? They are the trays, or what is the thing inside? Yeah, ma'am. It's a highly customized model. That means the first. Because I couldn't see properly what was the inside things. I couldn't see it properly. Can you show me? Yeah, I will share the photos then personally, ma'am, because now I am I have no more photographs in my laptop. This is not my laptop. Actually, today we are installing a 150 kg dryer in KVK Sadanandapuram, Kollam. Okay. So my all documents are in my office. So I will send it to your mail. You please send me the pictures, because what happened, we had this solar dryer program before. I am the socio-economic member in charge of All India Women's Conference, and since I'm having the background of banking and all, so I'm doing this particular things and giving the solar dryer. We had given the solar dryer to Shishikala, and that time we were using this model of SDM 50. Which is having the 50 kg capacity, and but we have purchased it from SIG, and they had given the price around 150 or something, na? Shashikala, how much was the price? Yes. No, 1,99,000 something. Oh, it was including the transportation and all. No, ma'am. No, the base cost itself was above 180. Yeah. Plus transportation and taxes and all were extra. But my another question is, only one solar dryer is not sufficient for making the profit. There should be at least 2 solar dryers, so that the person or the entrepreneur can make the profit. What do you say about it? Question for me, ma'am. Hello? Hello. I'm asking about this solar dryer system and the project. When we are having 2 solar dryer, then only it is a profitable business, not only the one solar. Yeah, actually, I think the Shashikala ma'am buy the solar dryer around capacity 50 kg. Yes. Yeah. Yes. Then yes. All the AWS go for 100 kg and purchasing 2. Then in our product is a highly customizable. I will show some pictures in last. Then today I am introduced. I installed a 150 kg capacity solar dryer in KVK. So the total cost is for 150 kg solar dryer. The total cost is around 2 lakhs without the GST. Around 2 lakhs without the GST. Without GST. Okay. Without GST. Then the structure, ma'am already said. Already, I come to your question. Then the fabrication material. In that dryer, the fabrication material is a GA structure, and the outer structure is covered by an aluminium, and inside the chambers are all 304 stainless steel trays. Okay. So we don't require any additional trays or something like that? No, ma'am. No additional. There is no additional trays are required, and that product is a highly. It's not a. Yes. I can't hear you. I think there is some problem with his audio. Yeah. Separate. All dryers are separated by easily separated, and then we can single one. I will show the pictures. 1 minute. Yes. Okay.
This is the box type dryers, and this is only for a 30 kg loading capacity. Actually, this product is introduced in Eatery Malabaricus for drying cashew sprouts, dried cashew sprouts in Kannur. And this is another type of solar dryer. It's a cabin type with direct and indirect type dryers. And this is around 100 kg capacity. Then all structures are GI structure, and then the structures are covered by GI and the stainless steel 304, and inside is a 304 stainless steel mesh. Then the solar collector, this aluminum V-glues are used for solar collecting. This is around 100 kg capacity, and this is another view. And, what is the cost of 100 kg capacity? This is the cost of 100 kg. Ma'am, actually, our solar dryer, we are introduced drying, sterilization, and steaming. The three processes are done in a single unit. You know that for processing chain, these things are the important 2.5 lakhs. Important process: the drying, blanching, and sterilization. In this model, we are introduced drying and sterilization, drying, steaming, and sterilization. This is around 100 kg capacity. This cost is around 1.50 lakhs. This is a higher end model because all structures are stainless steel 304, and inside we use a stainless steel mesh type. It's not a stainless steel plate; it's a stainless steel mesh type. So the cost is little bit high. Another point is, when there is no sunlight, which and the products are inside, so who will protect that? Do you have the energy, other energy, that is electricity? Yeah, ma'am. This is a hybrid solar dryer. Okay. Then even in a night mode, we can switch over to solar. So we can switch over to electric mode. Even either in electrical KSCB supply or grid supply, or otherwise we can introduce a 1 kilowatt or 2 kilowatt solar power plant panel is available. Then we can feed that power into this dryer. Okay. Then already we can introduce a power saving mode in this dryer. So we can reduce the energy consumption rate 1/3 compared to the other stage. Then if you purchase a 100 kg capacity, then in the night time you can drying only for a 20 kg. Trying only a 20 kg. So we can select a power saving mode. That means the power required for 20 kg is only feed to drying chair. That's a benefit. Then it's a fully automatic control. Even if a desired temperature is reached, then automatically the heat is cut. Then tolerance is there. For example, 70 degrees Celsius is 70 degrees set value. The temperature reaches to 70 degree. The heater, the power supply is cut at a 70 degree, and then the inside temperature is reduced to 60 degree. Again, it's turned on. So there is it acts as a power saving mode, and we can save more energy. Then we also face the same problem. This is Supriya from Hyderabad. Yes, Hyderabad. Supriya. Yeah. Yeah. In fact, we did a lot of work in solar drying, but the challenges were always more than also the success. First, we did the promoting job with colleges and universities, etc., and showed them different devices and encouraged them. But when it came to making things in solar dryers, I can give you one example that we did one innovative program with our previous Secretary General Kalyani Raj, and there what we did was we were drying food products in our one sole dryer which we have in our hostel, and we were mostly drying solar dried onions, tomatoes, methi, pasta, fruit peels, etc. And what we did was we actually contacted a restaurant chain and requested them to make some dishes out of this and make a nice lunch
for all these NGOs we were inviting. And it was such a great success. The resource persons were good, and the corporate chef actually, who made very innovative dishes out of what we gave them, the solar dried products. And immediately we got an order of drying methi of 100 kg. Methi is actually a leafy vegetable, fenugreek we call it as, and that was actually, you know, that is mostly sun dried on a terrace. They don't bother about the dust or any other protection. As you said, there is no moisture content properly seen, the vitamins are lost. But you know, they were selling it for 23 rupees for 500 grams, and our costs were working out over 40 rupees for 500 grams, because we dried slow. There was only one dryer, and then, you know, our product was really nice. We did the branding also, but with the market price we could not. And as Asha ji has just now said, we need to have 2 to 3 dryers straight away to do such businesses. Second problem we had was, there was you know, the mushrooms we tried to dry. Mushrooms are very, very expensive vegetable. They are vegetable actually, and drying makes them, brings down their weight by almost by 10 times. 110. Yes. 1 kg 110. mushrooms, fresh mushrooms, give us Yes. only 100 grams 100. dried Yes. 100 mushrooms. grams. Yes. So there is a loss of 90% of moisture. Now, when we were drying them in a dryer, uh, it was, you know, it was not drying fast, and then they were catching fungus. Then we had to use the electric power also to dry. Electric dryers were doing a fast job, and only then, you know, the vitamins and the color and the flavor was retained. This was the third challenge which we faced. Was, as Asha ji already pointed out, we had no sunlight for last 2-3 years. From June onwards to October, November, there is no sunlight. We hardly get it, you know, weak sunlight for 1 or 2 hours, that's all. So in this case, how do we perform? Yeah, okay, ma'am. The first question is mainly related to the branding strategy and marketing strategy in your product. So I already in my presentation I said that first slide I said that the market segments of a sun-dried product is an international market. It's an international market. Is the most viable product for sun drying, most probably in European countries and Middle East. The second thing, in the mushroom cases, I already installed my solar dryer. Last picture last picture you saw that. Yeah. That's it's exclusively for mushroom drying, for chef bay mushrooms. Then in our dryers, they trialed around 50 kg. Then they can try it in a 4 hour. Within a 4 hours, it's completely dehydrated. Then because our solar dehydrator, there is an additional features of them. Ma'am already said that in a cloudy seasons or in a day, 2 to 3 hours of sunlight is available. Then in our dryer, we can introduce a PCM, phase changing material, in our collector panel. That means the phase changing material is an absorbent. At the daytime, sunny time, the light is absorbed by the PCM material, and it can store the heat energy. Then after the sunlight is dim, that heat is released by the PCM material. So inside the chamber, the net result is we can maintain the temperature for the 4 to 5 hours, because the sunlight is available only to 1 to 2 or 2 to 3 hours. Then in our product, we can introduce a PCM phase changing material. Inside our temperature is around 55 to 60 degrees Celsius. For total duration is around 4 hours. We can maintain the same temperature in a cloudy season. Okay. Then the third one is the third question.
Yeah, in fact, the sunlight, the prices, high prices, because we have lesser number to dryers, and quick drying, like in case of mushrooms, the fleshy vegetables. Yes. In case of mushroom, the chef mushroom team dehydrated 50 kg around 4 hours. That means in our design, the total 50 kg is dehydrated within a 4 hours span, because the direct sunlight and indirect sunlight, the same temperature, it's a combination of a direct type and indirect type. The direct type means the sunlight is directly impinged to the surface of the mushroom, and the indirect type means the sunlight is collide with the sunlight is absorbed by the absorption plate, and then the light is converted into heat, and then it is go to the chamber. So the two processes combined, then the dehydration cycle is very less compared to the existing model. Then you already said that if an 1 kg mushroom is dried, if we got a 10 grams, then the chef mushroom introduce the inventive steps in their dehydrated products. They are converted into secondary products like soup powder, then mushroom coffee, then mushroom tea, then mushroom tea cubes, etc. like that. That's the secondary products. So that secondary products have a is a premier is introduced in a premier market, and they can earn more income. That means they are introduced they are not introduced in the local market. They are introduced in the upper segment in our market. That means it's their product is purchased by the premier customers. They are branding like that. Prashant, have you completed your presentation? Otherwise, I think you can complete the presentation and then go to the interaction. Yes, ma'am, it's completed. Yeah, it is complete. Okay. Yeah, the last 2 slides is my product. Let us continue with the interactions. Okay. Do you, Mr. Prashant, do you have a showroom in Trivandrum? Hello, ma'am. Do you have a showroom in Trivandrum? Ma'am, we have 2 offices in Kerala. One in Trivandrum Technopark campus. The second one is at in Kochi, Kinfra Park. There is our manufacturing unit. We have not an outlet is in any area. Shajit, there are some questions in the chat box. So let me add something. Can I add something? No, what problem we faced was due to loss of sunlight. For last year or the previous year, we didn't have any, not even 100 days when we could dry things. When it was full rain on that season. And another thing is that as the marketing also, it has become very difficult with the limited packing system also, and we had to add some other means of packing also. And I would like to do another thing from Mr. Prashant is that you told about soul. Can you supply different sites of soul on one thing? And you said that 24 hours to 48 hours is required for drying. Is it for all the products? And another thing is that what myself and Shashikala faces is another problem, because our soda dryers were brought from seed where they promoted mango bar production. So it is constructed in such a way as that we can do mango bars in that solar dryer. And that's why we are having a different type of trays, different type of, and there are 3 little exhausters, air exhausters also.
and I don't know if that is necessary for the all type of solar dryers. Okay. Okay. Sarla ji, you may be having a tray model, no? Yes, Tray yes, model I'm for having tray mango, model. Yes, mango yes. jelly? Mango jelly, and we do such a lot of we produce so many products such as making drying arrowroot powder, drying pepper. That is very much in demand. Our solar dried peppers are very good, and so many. Is this a seed company from Hyderabad? Yes, seed company from Hyderabad. Yeah, in fact, I would like to put up a question to Mr. Prashant that we have a company here which has got solar dryers, but they are pretty expensive for all our experimentations. Is there any way you can give us your brochures which you can, give all the details about each model? Yes, ma'am. Yes, ma'am. Supreme ma'am. Actually, I am an empaneled research person of an MNRE, Ministry of New and Renewable Energy, Government of India, and as a nodal officer of ANAT, it's a nodal agency of MNRE in Kerala. Actually, I know that the seed company, it's an NGO company, I think that. And yes. I already visited the dryer installed in a Shashikala Madam house. And that's a patented type solar dryer, but the patented the invention is, I think, around 20 years back. I think 20 years back they got a 20 years back they got a patent. Yes. Nowadays R&D is going very fast, and as of now, even in any solar dryer, we can dehydrated fruits, vegetables. It's a multi-crop system: fruit, vegetables, millets. Than meat, fish, etc. But even in non-veg items, meat and fish, there is a bad smell is there. So some of the customers demand separate dryers for fruits and vegetables and separate for meat and fishes. So I think already in the installed solar dryers in Shashikala Madam and Sarla Madam, if it allow, then we can modify that. Okay. It's possible. Yes, That's good suggestion. That's good suggestion. Thank you very much. Yeah. We are finding it very difficult to replace the fan. One fan is not working, and one tray is not. We had so many difficulties, and no technology. My branch is the very rural branch, so we don't get any technologist or the proper person to repair it or clean it. So it will be very helpful if you help us. And sure, ma'am. I also wanted to know something. Is there a small size sole which can be used for domestic purpose? Yes, ma'am. It's a highly customizable. We can fabricate the solar dehydration system even in a 10. We can start at a 10 kg. We can start at a 10 kg to 150 to 200 kg size. It's possible. No. It's possible, and actually we are in the pipeline. We are already installed 4 solar dryers in central government institutions, and more works are going on. And most probably, I can visit Shashikala Ma'am's house, and if it's possible, we can rework. Okay. MNRE previously used to give subsidy for this solar dryer. Yeah, yes, ma'am. Seed, ma'am. MNRE subsidy was there. MNRE subsidy was there. MNRE subsidies were there. Actually, in my product is verified by the Kerala Agriculture Engineering Department. And then I think most probably within a 1 month they can introduce this MAM scheme. The MAM scheme, so the end customer is beneficiary for subsidy. The process is ongoing. Prashant, many people are interested in knowing about drying fish. So can you please explain that? Yeah, ma'am, in English or Malayalam? മലയാളത്തിൽ പറഞ്ഞോളൂ, നമ്മുടെ ബ്രാഞ്ചുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. Okay. Ma'am, solar drying in the multiple crops. Actually, ഞാനൊരു project design ചെയ്തിട്ടുണ്ട്. I can develop a project for fish drying in Andaman Nicobar. That means the tribals in Andaman Nicobar and coastal sites for IRTC, Integrated Rural Technology Center, Kerala.
അവർക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ കോസ്റ്റൽ സൈഡിലുള്ള ട്രൈബൽസിന്റെ, അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ കോസ്റ്റൽ സൈഡിലെ ട്രൈബൽസ് ഉണ്ട്, അവർക്ക് ഫിഷ് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾക്ക് അറിയാൻ പറ്റും കേരളത്തിൽ തന്നെയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫിഷ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഇസ് നോട്ട് ഹൈജീനിക് ആയിട്ടല്ല അവർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കോസ്റ്റൽ സൈറ്റ്സിൽ നമുക്ക് സ്പെഷ്യലി ഡിസൈൻഡ് സോളാർ ട്രൈബ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Specially designed means it's a huge structure ഒന്നും അല്ല, it's a compact structure and it's easily to handle and easily to mobile structure ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് അതൊരു അതിന്റെ ടെക്നിക്കൽ ഡാറ്റാസ് പറയുകയാണെങ്കിൽ അവിടുത്തെ ഞാൻ കുറച്ച് ടെക്നിക്കലിലോട്ട് പോവുകയാണ്. ആ ഒരു കോസ്റ്റൽ സൈഡിലെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നോക്കിയിട്ട് അവിടുത്തെ സൺ ആംഗിൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അറൌണ്ട് ഒരു 18 to 20 degrees ആയിരിക്കും അതിന്റെ ഒരു ഇൻക്ലിനേഷൻ ആംഗിൾ. ആ ഒരു ഇൻക്ലിനേഷൻ ആംഗിളില് ഒരു സ്റ്റാൻഡേർഡ് പ്രൂഫ് കൊടുത്തിട്ട് ഒരു GI സ്ട്രക്ചർ ഒരു ലെഗില് ഒരു സ്റ്റാൻഡേർഡ് പ്രൂഫ് കൊടുത്തിട്ട് നമുക്ക് ഫിഷ് ഡ്രൈവിങ്ങിനുള്ളത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് കംപ്ലീറ്റ്ലി സോളാറായിട്ട് ചെയ്യാം. ദെൻ അഡീഷണലി വി ക്യാൻ ഇൻട്രൊഡ്യൂസ് എ ഹൈബ്രിഡ് സിസ്റ്റം, എയ്തർ ഇലക്ട്രിക്കൽ ബാക്കപ്പ് അല്ലെങ്കിൽ നേരത്തെ സർല മാഡം പറഞ്ഞതുപോലെ നമുക്കൊരു ബാറ്ററി അല്ല, there is any proportion of battery in any of this model. ബാറ്ററി നമുക്ക് ഓൾറെഡി നമ്മുടെ സോളാർ തെർമൽ ആണ്. അത് നമ്മുടെ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. സോളാർ ഡ്രയർ ഈസ് സോളാർ dehydration process is either in solar PV mode. Solar PV mode means the light energy is converted into electrical energy and stored in a battery. Then second mode is a solar thermal. That means light energy is converted into light energy is converted into heat energy, directly heat energy. So we can incorporate these two, light energy, solar thermal and solar PV. If it introduces a solar PV system, you already know that in Kerala we rooftop solar power plant and program നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1 kilowatt മുതൽ 2 3 kilowatt വരെ പുരപ്പുറ സോളാർ പദ്ധതി എന്ന് പറഞ്ഞിട്ട് അതിന് അറൌണ്ട് 1.8 lakhs എന്തോ ആണ് അവരുടെ കോസ്റ്റ്, സബ്സിഡി ഉൾപ്പെടെ ഉണ്ട്. ആ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ സിങ്ക്രണൈസ് അവർ സിസ്റ്റം ടു ദാറ്റ് സോളാർ സിസ്റ്റം, ബാറ്ററി ബാക്കപ്പ് സോളാർ സിസ്റ്റമായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതല്ല, some of the customers need a solar battery backup, then even the cost is around for battery backup 1 kilowatt, the all solar panel and solar battery inverters around 85 to 90,000 additional cost is there. We can introduce a battery power. So what about the coconut drying? Coconut drying, ma'am? Yeah. There is a special thing, no, for the coconut drying. No, ma'am. There is. I think, in my experience, I have worked with State Agriculture Department and Central Indian Council for Agriculture Research. There is nothing like different types of solar dryers especially for copra dryer, especially for fruits and vegetables. Nothing like that. Then even that's some marketing strategy and business strategy of a certain companies. Okay. We can dehydrate any type of food product in same, even in actually someone said that in especially solar dryer for mango bar making. There is nothing like that, ma'am. Even I think Sarla madaminte aano അതെ മാം അവിടുത്തെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ ഒരു നമ്മുടെ ട്രേ എന്ന് പറയുന്നത് മെഷ് ആയിരിക്കത്തില്ല, ഒരു ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും അല്ലെ? മെഷ് ടൈപ്പ് ആണോ മിസ്? നെറ്റ് പോലത്തെ ആണോ? അല്ലല്ലോ, ട്രേ ആണ്. No net at all. It is tray which could be, in which we can pour liquid. അപ്പൊ mango juice. ട്രേ മാറ്റിയിട്ട് മെഷ് ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ we can dehydrate the fruits. Yes, I know. That's why I told you. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ പ്രത്യേകം മാനുഫാക്ചർ ചെയ്ത സോളാർ ഡയേഴ്സ് ആണ്. അത് സാധാരണ ഇത് കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. റീസെന്റ് ഞാനിപ്പോ പക്ഷെ മാം അതിൽ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ ഒരു ഫ്രൂട്ട്സ് ഇപ്പൊ ജാക്ക് ഫ്രൂട്ട് ആണ് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രീക്വന്റ് ടൈം 1 or 2 hours കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് അവിടെ വെച്ചിരിക്കുന്ന ഫാനൊക്കെ വെറും
ലോ ക്വാളിറ്റി ആണ്. അതെ അതെ, അത് ചീത്തായി, ഞങ്ങളുടെതെല്ലാം ചീത്തായി. 10 വർഷമായി കേട്ടോ. 10 വർഷമായി. അത് നമുക്ക് Usha, റീപ്ലേസ് ചെയ്യാന്നുള്ളത്. Usha, can I ask something? Okay. Yes, why not? Hello? You're Hello. muted, Usha ji, you're muted. Yeah, please go ahead, Kalyani. Actually, two of my questions you have already answered. One was relating to battery, and you mentioned something that yes, there can be provision for battery, because otherwise during when there is no sunlight, a lot of electricity will go into that. So that is one constraint. So if there is a provision for battery, and in your manufacturing, if you can provide that, I think that would help. And the other one was I wanted to ask was about that add-on value. I mean, in the existing solar dryer, if you can add on something, that also you've answered. My third question was relating to marketing, because most of our branches, Sarla Chechi, Shashikala, or our the problem mainly marketing. Actually, products our industry, but our mainly marketing the business. I mean, income generation. For the cost effective avanilla. And you mentioned that there is a huge market in European countries. And of course, when there is a huge market, I'm sure there must be some companies who are regularly supplying them. So can you tell us a bit about such companies, and if our branches who are producing solar products can do some tie-up arrangement with them? Very good question. First, I will answer one by one. The first question, there is a battery backup like that. Ma'am, actually, in our solar dryer, solar dryer is a patented solar dryer. So, in the specialty is we can switch over to hybrid model in electric model. Then we are introducing a power saving mode. That means the energy consumption is compared to the existing model. The energy consumption is reduced to 1/3, because we can select the power modes and automatically the heater. That means the temperature sources is cut off and cut on. It depends upon the temperature range. So the power consumption is reduced to 1/3 with the existing system. The first thing. The second question is related to. Second question. Add on, like in the existing, like even that in the existing model they are only able to do mango thing. But I think you already answered that it is not a correct thing. I mean, you can do any product you can solar dry in that. Yes. So it is not that okay, that machine is solar dryer is meant only for mango. Actually, the old technology, recently the available solar dryers are it's technology. It's old technology. So we can renovate, or we can rearrange the systems very easily. There is no huge technologies there. There is no space technology is introduced in that. It's a basic some technology, but some R&D product for like that in our product. Then another product from Punjab Agriculture University. So the Punjab Agriculture University introduced a higher end technology to the solar dryers. It's a huge means mainly for then chili drying, then turmeric drying, etc. like that. That means around the space is covered around I think 2,000 square feet and more. That type of invention is there in the Punjab University. And such type of invention such type of dryers we can't alternate. Then nowadays, the readily available solar dryers, already installed solar dryers, so we can easily alternate with our requirements. Yeah, but our main problem is marketing. Actually, I think most of our branches that is the biggest problem. Yeah, ma'am. Actually, അപ്പോൾ പ്രശാന്ത്, ഈ എക്സിസ്റ്റിംഗ് മോഡൽസ് നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് മാം. ഞങ്ങൾ Will it be cost effective? Yeah, it's a cost effective.
because I think Sarla madam പറഞ്ഞ exhaust fan work ചെയ്യുന്നില്ല. I think actually the cost of exhaust fan either working in AC around 500 rupees. Then for a DC, I think around 250 rupees. Sarla madamത്തിന്റെ വീട്ടിൽ സർലല്ല ശശികല മാഡത്തിന്റെ വീട്ടിൽ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അവിടെ ഏകദേശം ഒരു 250-300 രൂപയ്ക്കുള്ള ഒരു എക്സോസ്റ്റ് ഫാനും then we can additional solar panel is secured around the 50 watt panel. The cost is around 2,500 or 3,000 rupees, like that. That's enough. We can explore the possibility. Yeah. Mercy sister a question ittundu. Yes. Is it possible But Usha, before that, if he can address that marketing thing, if he can help the branches for the tie-up with those export houses. Yes, that is very nice. Good idea. Yeah, actually, I am an engineering background. I am worked as a 12 years experience in academics and research. I worked as an associate professor and associate director in a private engineering firm. Then after that, in 2019, I am switched over to agriculture sector. Then first thing is a food processing unit. My company name is Travancore Foods and Beverages. I started the company in 2019 with the help of a Krishi Vignana Kendra, Teliyur, that means in Pathanamthitta district. And 2019, Kerala State selected me and transfer jackfruit technology, the cost of around 10 lakhs. And so I can make some jackfruit value-added products. At that time, I know that in jackfruit products and any dehydrated product, there is no market space in local market and the national market, especially in India, because the majority in South India, majority എല്ലാവരുടെ വീടുകളിലും jackfruit readily available. So there is no need of a value-added products. In the case of a jackfruit, so I can go for a European markets and the Middle East. So in 2020 last March, before Corona lockdown, worldwide lockdown started in Mumbai, the first lot my product is launched to the European market for test market. So there is in European countries there is a huge market spaces in dehydrated products and frozen products, because the Europeans are mainly used for there is a culture is there is a vegan culture is growing fast in European countries. So almost all customers need a dehydrated product and a frozen food product. In some kind of customers need a dehydrated product because is a highly nutritional concept and vitamin concept. In some in UK there is a study is there. I already participated in that in a national symposium. In UK, the girls around 15 years old girls, there is a loss of their eyesight due to some nutrient deficiencies like that. So the best remedy is a dehydrated sweet potato powder. Dehydrated sweet potato powder, they mix into the water or milk and then drink it. That's the best remedy for that type of losing eyesight, etc. like that. So then there is a big question is there, a common man, how to reach in international market, how to contact in market. In personally, then I have a strong network is there. The network is built up with some state and central agencies. I think majority state and central agency has a good network is there. Then even for in case of an agriculture, in Kerala, ABI, Agri Business Incubator, there is a lot of network is there. Oro year lot of entrepreneurs are trained and started their own entrepreneur journey. So, for example, in two persons in Kozhikode, one Mr. Rafiq. The Rafiq mainly concentrated in exporting. Then the job is Rafiq in that means
Rafiq is work as a mediator. ഒരു മീഡിയേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സർല മാഡത്തിന്റെ അടുത്തുള്ള പ്രോഡക്റ്റ് റഫീഖ് വാങ്ങിക്കുന്നു. Then Rafiq has a strong relationship with the exporters. They sell it to the exporter and they are relabeling and sell it to the European market. That's one kind of marketing. If we have a strong network relationship, we can directly launch our product with our brand name. Otherwise, we can the exporters are outsourcing some. See, basically what happens in our case, the units are very small and they don't have the proper registration, then proper packing, proper packing. They are selling to their own brand. They are selling on their own brand. It's called a white label. Yeah. Yes. That's true. But in case of our units, what happens that basically they don't register themselves properly, or they don't have the legal papers and all this. So many things are available there. And so that's why we can't go in the such markets. So first we have to learn about skill development. Then we have to register our own products. Then we should have the proper packing itself so that we can go in a market and show them that these are our products. Now Shashikala is also making a very good products and she is having a very good packing also. But what happens, she is in rural area, so she is facing that problem. But when we are having proper registration and legal things are there, and we are paying say taxes and we are having the bills and all these things, then only you can have some good market for it. And then again we have to come together for such thing. And even in now like YouTube and all, we can go on that and we can come together and we can show our own products. Say you are there, then Sarla Kumari is there, Shashikala is there. So many other also can join her, and then we can make some other products along with this, and we can present it on YouTube or something like that, and we can have some our own this site for particular thing so that we can go in a market. Actually, one major challenge is the volume. Market they demand huge volumes of the product. Yes. Our small units are not able to provide. Yes. So that is why we should be together. Not only two, three persons are doing. It should not be like that. There should be some sufficient. Many people should come together. We must have then only we can supply this. Yes. Big groups to working together with proper quality control. Yes. Proper quality control, proper registrations, proper legal papers and all these things. Then only you can have. Asha, even for this, a cooperative sort of a formation, I think will be good. Yeah. Definitely we can make a cooperative this society for this particular thing. And even in Kerala, we can introduce other solar dryers also to the who are interested in taking solar dryers. That we can do, and we can make their own society, and we go on say YouTube or site or something like that and present it. So even self-help groups will be a good option, I think. Yes, self-help will be an option for the making the product. For making the product, yes. Making product, but our branches will have the cooperative society for selling this particular thing, and they will see that the products are proper, and we can go in the market, and there should be a proper packaging and all these things. See, actually, the cooperative can be of the self-help groups also. Yes. It doesn't have to be of members, individuals. It can be of self-help groups. Yes. And then, of course, these are long-term planning. But, Can we respond to the question that Mercy sister has put, Prashant? Terrace in the model unit to a camp. Yes. Yes. എനിക്കത് അറിയണമായിരുന്നു. നമുക്ക് സ്ഥലം താഴെ കുറവാണേ. അപ്പൊ better that on the terrace. And especially it is coastal area, and fish drying is the main thing we can do that. And nowadays take up sister. take up ചെയ്യാം. നമുക്ക് ശ്രമിക്കാം അത്. സ്പേസ് ഉണ്ട്. നമ്മുടെ ബിൽഡിങ്ങിന്റെ മുകളിൽ സ്ഥലമുണ്ട്.
Ma'am, space and constraints. That means we can develop a vertical type and horizontal type. I can send the more pictures to Usha madam or Shashikala madam, and please send it to others in your groups. Then we can design a vertical type and horizontal type. That means നമ്മുടെ ചില ആൾക്കാർക്ക് വളരെ സ്പേസ് കുറവായിരിക്കും. So we can design a vertical type. Then that's the same trials is installed in an open area. നമുക്ക് അതിനകത്തോട്ട് അഡീഷണൽ ട്രയൽസ് ആഡ് ചെയ്യാൻ പറ്റും. ടെറസിൽ വെക്കുമ്പോഴത്തെ സാധനം എല്ലാം വലിച്ചു മുകളിൽ കൊണ്ടുപോകണം. അതെ, അത് സാധനം വളരെ ഈസിയാണ്. ഒരു 2 പേര് പിടിച്ചു കഴിഞ്ഞാൽ പൊങ്ങാവുന്നുള്ള വെയിറ്റ്. അതല്ല ഞാൻ പറയുന്നത്, നമ്മൾ ദിവസവും ഡ്രൈ ചെയ്യുന്ന ഫിഷ് ഒക്കെ മുകളിൽ വരെ കൊണ്ടുപോയി വയ്ക്കണം, തിരിച്ചെടുക്കണം. അതൊരു കുറച്ച് ആഡഡ് ലേബർ ആവും. അപ്പൊ ഇത് ഈ മേഴ്സി സിസ്റ്റർ സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ കോസ്റ്റൽ ഏരിയ എന്നാണ്. അപ്പൊ അവരുമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പ്രശാന്തിന്? ഞാൻ ട്രിവാൻഡ്രത്താണ് മാം. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? പൂന്തുറ. ഞാൻ മാം നെക്സ്റ്റ് വീക്ക് ഞാൻ ബാംഗ്ലൂരിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. Plan to start our manufacturing unit in Karnataka. Additionally, I have additional responsibilities there. I am already appointed as a special mission director for enhancing entrepreneur R&D in Karnataka state. Institution. So I can switch over to Karnataka within 2 or 3 weeks. Then അവിടെ പോയതിനു ശേഷം ഞാൻ within ഒരു ഏപ്രിൽ ലാസ്റ്റോടുകൂടി തിരിച്ചു വന്നിട്ട് ഞാൻ റെയിനി സീസണിലൊക്കെ ഇതിന്റെ റൂഫിംഗിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ മാം? ഇത് ഫ്ലാറ്റ് റൂഫ് അല്ലേ? ഇല്ല, റെയിനി സീസൺസിലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ദെൻ ബെറ്റർ ഐ ക്യാൻ സജസ്റ്റ് ഒരു ഷീറ്റോ ടാർപ്പയോ ഇട്ട് മൂടുന്നത് നന്നായി. എന്താന്നറിയോ, ഞങ്ങൾക്ക് സുനാമി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ കുറച്ച് ഗ്രൂപ്പുകൾക്ക് ഈ ഫിഷറീസ് വഴിയായിട്ട് ഇങ്ങനെ ഡ്രയറൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര സോളാറിന്റെ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളത് മാം ഇതിനൊരു ടെക്നിക്കൽ ഡാറ്റാസ് ഉണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ല, കോസ്റ്റൽ സൈഡിലുള്ള സണ്ണിന്റെ റേഡിയേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം അത് ഇൻസ്റ്റാൾ ചെയ്യാൻ. രണ്ട് നമ്മുടെ കോസ്റ്റൽ സൈഡിലാവുമ്പോ damn sure we can manufacture with the stainless steel 304 and aluminum. ഇതെല്ലാം റസ്റ്റിംഗ് ഉണ്ടാവും. റസ്റ്റിംഗ് ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാം. Maybe later we can come to the place and then we can speak regarding this. അല്ല, അപ്പൊ മേഴ്സി സിസ്റ്റർ അതുവരെ നമുക്ക് അതിന്റെ ഒരു പ്രിപ്പറേറ്ററി വർക്ക് ഒക്കെ ചെയ്യാം. കുറെ സ്ത്രീകളെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പ് ആക്കി കുറച്ച് ട്രെയിനിങ്. ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ മാം. ഒരു സജഷൻ. I am also a corporate trainer. So in my point of view, നിങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. Then you can form a consortium mode. Consortium mode means if I need a 500 kg jackfruit powder, then first thing 50 kg is produced by Shashikala madam, and 50 kg is produced by Sarla madam, etc. like that. But the one condition is there. The process is a standardized process. That means Sarla madam undakunnadum Shashikala madam undakunna productum same product in there. The same quality, same product. Then same idil namakku kittukayanengil we can sustain. Then that means pull together. That can pull together. You can just make a consortium. Then even ma'am already said, Asha ma'am already said that everything is in a legal aspect. Then first one we can register our processing unit either in a proprietorship LLP or private limited mode. Even we can go for a exporting international market. There is a condition is there. Our firm is either LLP or private limited. Otherwise there is no chance to export our product. The second thing is FSSAI license, GST. Then I think I have already mentioned that in Kerala there is a portal is there. It's a single window platform. It's known as a K-Sift. Even in a K-Sift
in a single touch, we can got around 20 licenses, state licenses, 20 licenses, very ease of doing. So in the case of a Kerala state only, I don't know other states. In Kerala, there is a single window platform. Its name is a K-Sift. Then additional lot of funding and technology transfer agencies are in Kerala and other states. I think the central government, even every in Krishi Vignana Kendra is under central government, Indian Council for Agriculture Research. I think in every state there is a branch there. You know, in each district. Then same thing in Kerala there is an agriculture ABI, Agri Business Incubator in Kerala. In Tamil Nadu Agri Business Incubator. So every state there is an incubation facility is there. So if for example the product standardization then we can go for an incubation facility and standardize your product and the product develop test marketing. Then if that project is viable, then we go for our own processing unit. That's a safety. Prashant, ഈ ഫിഷ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന യൂണിറ്റ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ ട്രിവാൻഡ്രത്ത്? മാം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു മിസ്റ്റർ പ്രശാന്ത് ജഗൻ. ഹീസ് ബേസ്ഡ് ഫ്രം തിരുവല്ല, കോട്ടയം. പ്രശാന്ത് ഓൾറെഡി ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, സെൻട്രൽ ഏജൻസി എറണാകുളത്തുണ്ട്. അവരുടെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് സൺഫ്രൈഡ് ഫിഷ് പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. റീസെന്റ് വൺ ഔട്ട്ലെറ്റ് ഈ സ്റ്റാർട്ടഡ് ഇൻ തിരുവല്ല ടൗൺ, inaugurated by our fisheries department minister Saji sir. ഇതിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വല്ല ഹെൽപ്പും കിട്ടുമോ നമുക്ക്? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഞാനൊന്ന് എൻക്വയറി ചെയ്തിട്ട് പറയാം. എന്റെ ഒരു ഫ്രണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്, ഞാനൊന്ന് എൻക്വയറി ചെയ്തിട്ട് പറയാം. എന്ന് വെച്ചാൽ ഇവിടെ ഈ പൂന്തറ ഉള്ളതും അങ്ങനെ ആ കോസ്റ്റൽ ഏരിയയിൽ 2-3 യൂണിറ്റ്സ് ഉണ്ട് ഞങ്ങളുടെ. അവർക്കെല്ലാം വളരെ താല്പര്യമുള്ളതാണ് ഈ ഫിഷ് ഡ്രൈയിങ് എടുക്കാനായിട്ട്. അതിന് ഏതെങ്കിലും കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ തരുകയാണെങ്കിൽ I can put them in touch with those people and they can take it forward. ഓക്കെ മാം, ഞാനൊന്ന് മാം, അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ല, നമ്മുടെ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ്സ് ഉൾപ്പെടെ അവർക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പും സബ്സിഡീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അല്ല, അവർക്ക് ഫിനാൻഷ്യൽ മാത്രം പോരെ, കുറച്ച് ടെക്നിക്കൽ അസിസ്റ്റൻസും ഒരു ഹാൻഡ് ഹോൾഡിങ് മാതിരി. എന്ന് വെച്ചാൽ എല്ലാം അവിടെയുള്ള ലോക്കൽ സ്ത്രീകളാണ്. അപ്പൊ അവർക്ക് കുറച്ച് ട്രെയിനിങ്ങും എല്ലാം അറ്റ് എവറി സ്റ്റേജ് ദേ മേ റിക്വയർ ഹെൽപ്പ്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം. താങ്ക് യു. Ushaji muted ആണ്. Bhuvaneshwari, can you check whether there are any more questions in the chat box? രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. Vasanthi Ramesh, she asks whether there are any outlets selling this outside Kerala. As of now, outside Kerala, actually, our product is officially inaugurated by our electricity minister. Waiting. Then I already said that my company is fully granted by central and state agency. So our agreements are signed. Then in my friends, inquiries they can sign the MOU with Agriculture University, and they said that you can move forward. So that's why I actually. Are you into commercial production or is it only customized product? Yeah, it's a commercial production. Commercial, large scale production only. Yeah, large scale production as per the customer requirement. There is no ready-made model is available. That's what I meant. Yeah, few model is available there. Few model is available. Otherwise, you have all customized only. Yeah, fully customized. According to order. Yeah, according to order and according to the customers' financial. Is this the production of dryers or cookers? No, ma'am. So only actually my company is focused on solar dehydration. It's not a dryer. It's a solar dehydration system. In our solar dehydration system, we can introduce dryer, incorporate drying
blanching and sterilization. Acha. Okay. Yeah. So Priyaji, you can ask your question about the technical price and all that, in the chat box. Yes. In fact, I just did not know, because I thought you have certain number of models with you of solar dryers, or and then we would like to know about its technical information as well as the pricing. Okay, ma'am. So because as you rightly said, our dryers have become old. Sarla Kumari Garu also said that our dryers have become very old. It's very old, yeah. Yes, and then there are more number of dryers required, but as we put in money or get the investment, we should have the return also accordingly by selling the products, which is not happening. Yeah. And you tell me one thing, when I sell my methi packet in a store where already kasuri methi is selling for 23 rupees and my product is 43 rupees, who's going to buy my product? Even if I promote or write the solar energy and then all the benefits they're going to get by eating my product, this is the biggest problem we face. Yeah, I think there is two factors is there. The first one, in our customers in India, to be frank, in India, the majority customer segments are not bothered about the processing cycle and the production cycle, etc. like that. They are not bothering, and they are not concerned about the quality of the product. Majority around the 60 to 70% customers are. So this will sell only in organic stores. That's the first one thing. The second thing is, even some of the companies have produced around 23 rupees. I think that that company is produced, it's a bulk production. So Yes. it is in a bulk production. Yeah. Then second thing is they are the open sun drying and some other methods are there. True. Yeah, that's the reason. Either you have bulk production or you have to sustain yourself. No, ma'am. Actually, there is a chance. There is another thing is, if some companies are then white labeling their product. Even kasuri methi is production from the producers company A, and they are buying a company B, company C, company D. So that means that company is a huge volume, got a huge volume, and they are selling a lowest price. That's a cooperative mind. That's a cooperative strategy. I think that's a cooperative strategy. Yeah. Another point is here is whether that color is keeping as it is. So now, in case of kasuri methi, the methi originally is a green color. Yeah. So whether that particular green color is maintained in this solar dryer. Because in case of kasuri methi is not maintaining that particular color, green color. Yeah. True. Which we buy in the market, that color is not a green color. A little bit fed up. Okay. Yeah. But what You're about right there, actually. Our methi gets a very good color. Very good and it's color. in That our is the hands thing. where to stop. Yeah. Because the moisture also has to be 12% in the product. Yeah. And for that, we don't even have thermometer. We can make it out with sound. That sound, chan sound which comes, that makes it understandable. But for anyone to measure the temperature and stop drying is very important. Yeah. So I think for this type of product, that is bulk product is the solution. That's a bulk. One thing is that the bulk production, ma'am. And second thing is, already Supreme said that. I think there is no awareness about such type of products. That is true. That's the main reason. I but think, the marketing should be. Yes, so many years the people are following the same thing. No? So they don't understand about this. Say even in case of sanitation or anything like that, whether this particular product is having a very good quality, all these things general people don't understand. And actually nowadays, Asha ji,
there are a lot of organic stores come up. Yes. So they may understand the difference between the regular product and our product, solar dried product. Yes. Bonishri, are there any more questions? Yeah, only Vasanthi Ramesh, she wants to have the contact address and number of Mr. Prashant. Yeah, you can give it to us and we'll pass it on in our group. Yeah, I can share my contact details, mail ID, then browse some pictures to Usha ma'am. Okay. Yeah, I'll pass it on to the group. Yeah. Yes. Any other questions? Questions onnulla. It's all thanks from Vasanthi ji and Kalyani ji. So, Shashikala, namukka wind up cheyamo. Thank you, Prashant ji, sharing a valuable information and boosting my energy, for sharing a valuable information about solar dryer. The patient attendance of Asha ji. Thank you, Asha ma'am, to attend web seminar. Kalyani ji and Supriya, solar organizer, and other members. Thank you all of you for attending and sharing a valuable information. Thank you for all. The special thanks to all others who have joined from other states, Nagaveni from Kolar, Vasanthi Ramesh, and I can see many others who have joined. Thank you so much for accepting our invitation and joining here. If you need any more information, you can please contact me or Calicut branch Suvarna. They also may have all the details. And special thanks to Prashant. And we'll be calling upon you very frequently for advice when we take up these projects. Hope you will be able to spare time for us. And thank you, Kalyani, Ashaji, Supriya, all of you for your interaction. Sarla Chechi from Delhi, she has joined, and I invited them specially because they are actual users and they know the hurdles that have been cropping up every now and then in the use of these solar dryers. So thank you so much for your inputs. So I think we can stop the meeting now. Thank you, Shashikala. Your meeting organize thanks. Climate change programs submit option branch project proposals. So thank you. Thank you, Ushaji, for arranging this program. And it was very useful. Was very successful and very useful for us. We can make a circular for this as a socio-economic program also, and we can give to the money to the branches. We can give more options. Yes, true. And we are charging only 1% in city charges. So money is not a problem at all, actually. From us, we can give. Yes. So let us do it properly and let us have this proper marketing and all. And I think that we will be successful in doing all these things. Thank you very much for all of you, and even for Shashikala, Usha, and everybody. Thanks a lot for calling me for this particular program. I could understand only something in your language, but could understand something because just hearing from all of you. So it's very nice to know that PPT and interactions were very useful. Very useful. Since you were bringing in your experience, all of you, that was very helpful. So, thank you. Let us have this. Thank you very much to everybody, to Prashantji also. Please send us the details of all these things so that we can make a circular and do something ahead. Yeah, ma'am. Sure, I will send immediately. Yes. Thank you, Usha ma'am, and thank you, Shashikala ma'am. Yes. And thank you, Asha ma'am. Thank you, Prashant. Thank you. I think I will share my little knowledge. I have a little knowledge about some facts that. If you can share your presentation and your contact details. Yeah, sure. We can make a circular and send it to the branch.
From the information that is there, we can make a circular and send it to the Yeah, ma'am. If anybody needs some technologies, I already sent it to them. Technology. Even in jackfruit value addition, banana value addition. അല്ല അപ്പൊ അതിന്റെ ട്രെയിനിങ് വേണമെങ്കിൽ പ്രശാന്തിന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഡ്രൈയിങ് ഓഫ് ഡിഫറെന്റ് പ്രോഡക്ട്സ്. Ma'am, drying in the it's a value addition of different types of value addition. You'll be able to arrange trainings for us if we need. Yeah. Or you can put us in touch with people who are doing such trainings. I already but as of now I have there is a time constraint. I know you are busy, or you can put us in touch with different people. Appo oro local producer engane cheyanam ennallathu we can organize for our branches if they are interested. I will give the contact person, resource person's contact number. Thank you so much. Okay, ma'am. Thank you. Okay. Thank you, Munishri. Thank you for helping me in this organizing this. Thank you, Shashikala ma'am. Thank you. Shashikala ma'am, thanks for it. അതെ, ശശികലയാണ് ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത ഇത്. ആക്ച്വലി ശശികല മാമിന്റെ അവിടെ ഞാനൊരു മറൈൻ ഫിഷ് പ്രോഡക്റ്റിന്റെ ഒരു ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്തു. അതെ അതെ. അന്നാണ് ഞാൻ ആക്ച്വലി അവിടെ ആ സോളാർ ഡ്രയർ കാണുന്നത്. അന്നൊരു മാമിനെ ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനാണെന്നുള്ള കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അതിനുശേഷമാണ് ഈ കാര്യങ്ങളിലോട്ട് വന്നത്.